ഓം ശാന്തി. സരസ്വതി ദേവിയുടെ വളരെ ശ്രേഷ്ഠമായ അറിവിൻ്റെ ശക്തി പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് നവരാത്രി മഹോത്സവത്തിൽ വന്ന ഓരോ ഭക്തന്മാർക്കും പ്രണാമം. പ്രത്യേകിച്ച് നവരാത്രി മഹോത്സവത്തിൻ്റെ സംഘാടകർക്കെല്ലാം പ്രണാമം. നവരാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ദേവിമാരെയാണ്, അതായത് ദേവിമാരുടെ ഉത്സവമാണ്. ഇപ്പം നമ്മളുടെ എല്ലാം നാട്ടിൽ ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് വിമൻ എംപവർമെൻ്റാണ്, സ്ത്രീ ശാക്തീകരണം. എന്നാൽ വർഷം തോറും നമ്മളുടെ ഇതേ ഭാരതത്തിൽ നവരാത്രി മഹോത്സവത്തിൽ 3 ദേവി ശക്തികളെയാണ് കാണിക്കുന്നത്. അതിലാദ്യത്തെ 3 ദിവസം ദുർഗാദേവി, അത് കഴിഞ്ഞ് ലക്ഷ്മി ദേവി, അത് കഴിഞ്ഞ് സരസ്വതി ദേവി. ഈ 3 പേർക്കും 3 പ്രത്യേകതകളാണുള്ളത്. അതായത് ഓരോ ദേവിമാർക്കും അവരവരുടെ തനിപ്പെട്ട വിശേഷതകളാണുള്ളത്. നമുക്കറിയാവുന്നത് തന്നെ, ദുർഗാദേവി ശക്തിയുടെ പ്രതീകമാണ്. അതേസമയം ലക്ഷ്മി ദേവി ധനത്തിൻ്റെ പ്രതീകമാണ്, ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അതേസമയം സരസ്വതി ദേവിയാണെങ്കിൽ സ്പിരിച്വൽ വിസ്ഡം, അതായത് അറിവിൻ്റെ പ്രതീകമാണ്. നമുക്ക് ഈ 3 കാര്യങ്ങൾ ആനുകാലിക നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ 9 രാത്രികൾ എന്ന് പറയുമ്പം രാത്രിയിൽ തന്നെ എന്താണ് ഈ ഉത്സവം, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ 3 ദേവിമാരുടെയും ശക്തികളിലൂടെ രാത്രിയെ പകലാക്കി മാറ്റുന്നു എന്നൊരർത്ഥം നമുക്കെടുക്കാം. മനുഷ്യ മനസ്സിൽ വളരെയധികം ഇരുട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിനെയാണ് തമോ ഗുണം എന്ന് പറയുന്നത്. ആ തമോ ഗുണം അറിവില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തമസ് ബാധിച്ചിരിക്കുന്ന, രാത്രി ബാധിച്ചിരിക്കുന്ന മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുക്കണം. അതിനാണ് ഈ 3 ദേവിമാരിലൂടെ 3 ഗുണങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദുർഗാദേവി ശരിക്കും ശക്തിയുടെ ഒരു സ്വരൂപിണിയായിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ശക്തിയും പിന്നെ സമ്പത്തും പിന്നെ ആണ് വിദ്യ കാണിച്ചിരിക്കുന്നത്, അറിവിനെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അറിവാണ് ആദ്യം വേണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് ദുർഗാദേവിയെ ആദ്യം കാണിച്ചിരിക്കുന്നത്? കാരണം മനസ്സിന് ശക്തിയില്ലാതെ നമുക്ക് ആർക്കും തന്നെ അറിവെടുക്കാൻ പറ്റില്ല, അറിവ് സ്വീകരിക്കാൻ പറ്റില്ല. സത്യമായ ജ്ഞാനം, സത്യമായ വിവേകം മാനസികമായിട്ട് ശക്തിയുള്ളവർക്ക് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അതാണ് ദുർഗാദേവിയുടെ ദിവസങ്ങൾ ആദ്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ശക്തികൾ എന്ന് നോക്കാം. എന്താണ് ഈ ശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയാണോ, ഫിസിക്കൽ പവറാണോ, ഭൗതിക ശക്തിയാണോ? ശക്തികളെ നമുക്ക് പലതരത്തിൽ തിരിക്കാം അല്ലേ. ശക്തി ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, ഇന്നത് ആർക്കും ഇല്ല, എല്ലാവർക്കും രോഗമാണ് കൂടുതൽ. പിന്നെ സമ്പത്തിൻ്റെ ആരോഗ്യം. ആ സമ്പത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ ധനമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ നല്ല കാലാവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് സമ്പത്ത് എന്ന് പറയാൻ. അഷ്ടൈശ്വര്യങ്ങൾ എന്നല്ലേ പറയാം. ഒരുപാട് ശക്തികളുണ്ട്. പക്ഷേ ഇതിൽ എല്ലാം വെച്ച് ഏറ്റവും വലിയ ശക്തി ഏതാണ്? ഏറ്റവും വലുത് മനഃശക്തിയാണ്, മനോബലമാണ്. ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലും മനസ്സിനൊരു ആത്മവിശ്വാസമോ ശക്തിയോ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിനൊരു സ്ഥിരത ഇല്ല എങ്കിൽ, സ്റ്റെബിലിറ്റി ഇല്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ശക്തികൾ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ബ്രഹ്മകുമാരീസ്
ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആണ് ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത്. അഷ്ടശക്തികൾ പറയുന്നുണ്ട്, ദേവിയുടെ അഷ്ടഭുജങ്ങളും പറയുന്നുണ്ട്. ആ അഷ്ടഭുജങ്ങളെ അഷ്ടശക്തിയായിട്ടും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ അഷ്ടശക്തികൾ നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ ആ മനഃശക്തി നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാം? ആ മനോബലം എങ്ങനെ വീണ്ടെടുക്കാം? ശക്തികൾ നമുക്ക് ഒരുപാട് വിവരിക്കാൻ പറ്റും, പക്ഷേ ആ ശക്തി ഞാൻ എങ്ങനെ വീണ്ടെടുക്കും എന്നുള്ളതാണ്. അപ്പം അതിന് ഈ നവരാത്രി മഹോത്സവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു 9 ദിവസമെങ്കിലും. ഇവിടുത്തെ ഉത്സവം 3 തൊട്ട് 13 വരെയാണ്. അത് വളരെ 14 ആ ദിവസം വരുന്നത്, അല്ലേ? 14 ദിവസം വളരെ പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ്. 14 വർഷം വനവാസത്തിന് പോയി എന്ന് പറയുന്നുണ്ടല്ലോ ശ്രീരാമൻ, അല്ലേ? 14 വർഷം ഉറക്കമൊഴിഞ്ഞ് തപസ് ചെയ്ത ലക്ഷ്മണനാണ് ഇന്ദ്രജീത്തിനെ നിഗ്രഹിച്ചത്, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ 14-നും മഹത്വമുണ്ട്, 9-നും മഹത്വമുണ്ട്. അപ്പോൾ ഒരു 9 ദിവസം ഈ നവരാത്രി മഹോത്സവത്തിൽ ഒരു 9 ദിവസമെങ്കിലും നമ്മൾ നമ്മളുടെ മനഃശക്തിയെ ഒന്ന് കണക്കാക്കിക്കൂടെ? എൻ്റെ മനഃശക്തിയുടെ അളവ് എത്രയാണ് ദുർഗാദേവിയെ മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലേ? അപ്പം ഇവിടെ ഈ ശക്തി എവിടെ നിന്നാണ് എൻ്റെ ഉള്ളിൽ ഞാൻ സൃഷ്ടിച്ചെടുക്കേണ്ടത്? അപ്പം നമുക്ക് മനസ്സിലാവും, വെറുതെ ഒന്നും ശക്തി ഉണ്ടാവില്ല. ശക്തി ഉണ്ടാകണമെങ്കിൽ എൻ്റെ മാനസികമായ എല്ലാ ബലഹീനതകൾ, എൻ്റേതായ ദുർബലതകൾ, എൻ്റേതായ ദുശീലങ്ങൾ, എൻ്റേതായ അവഗുണങ്ങൾ, ദുഷ്ടതകൾ, ക്രോധം, കാമം, ക്രോധം, ലോഭം, മോഹ, അഹങ്കാരം, ഇങ്ങനെ എത്രയോ ദുർവികാരങ്ങളാണ്. രാവണന് 10 തലയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നെഗറ്റീവ് എനർജിയുടെ 10 തലയാണ് കാണിച്ചിരിക്കുന്നത്. അതേസമയം ബ്രഹ്മദേവനാണെങ്കിൽ പോസിറ്റീവ് എനർജിയുടെ 4 തലയാണ് കാണിച്ചിരിക്കുന്നത്. ദുർഗാദേവിക്ക് പോസിറ്റീവ് എനർജിയുടെ 8 കൈകളാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ പോസിറ്റീവ് എനർജി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ഈ പോസിറ്റീവ് എനർജി? എന്നെക്കൊണ്ട് ഇപ്പോൾ ഞാൻ ദുർഗാദേവിയെ ആരാധിക്കുന്നു, ദേവിയുടെ ശക്തിയിൽ ഉറച്ചു വിശ്വസിക്കുന്നു, അത് ശരി തന്നെയാണ്. പക്ഷെ വർത്തമാന സമയം എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് ഞാനാണ്. ദേവിയുടെ ആ ശക്തി എനിക്ക് എങ്ങനെ സംഭരിക്കാൻ പറ്റും? ഇപ്പം നമ്മളുടെ വീട്ടിൽ വെള്ളമില്ല എങ്കിൽ, വെള്ളമില്ലെന്ന് ഗവൺമെൻറ് ഇത് പറയുമ്പോൾ നമ്മൾ ഉടനെ വെള്ളം ശേഖരിച്ച് വെക്കും, അല്ലേ? കൊറോണ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആഹാരമൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പം നമ്മളുടെ എല്ലാ ദിവസവും മറ്റുള്ള സാധനങ്ങൾ ശേഖരിച്ച് വെക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് മനഃശക്തിയും കൂടെ ശേഖരിച്ച് വെച്ചാൽ എന്ത്? മനഃശക്തി നമുക്ക് വേണം, പക്ഷേ അത് ഞാൻ എങ്ങനെയോ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുത്തിയത്? എൻ്റെ തന്നെ നോക്കിയാൽ മതി മൈനസ് പോയിൻ്റ് എന്താണ്, എൻ്റെ തന്നെ നെഗറ്റീവായ വശങ്ങൾ എന്തൊക്കെയാണ്. മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ ചാഞ്ചാട്ടമുള്ള മനസ്സാണ്, കുതിര പോലെ പായുന്ന മനസ്സാണ്, അതുപോലെ കുരങ്ങനെ പോലെ ചഞ്ചലമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്കിലും നമ്മളങ്ങനെ നമ്മുടെ മനസ്സിനെ ഒരാൾ പറയുന്നതിനനുസരിച്ചിട്ട് ഉപയോഗിക്കേണ്ട ആളല്ല നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വന്തം മനഃശക്തിയെ തിരിച്ചറിയണം. സ്വന്തം മനഃശക്തി എത്രത്തോളം ഉണ്ട്, ഞാൻ അതിനെ ഉപയോഗിക്കുന്നുണ്ടോ, ഞാൻ അതിനെ ചാനലൈസ് ചെയ്യുന്നുണ്ടോ, ആ എനർജിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, മനസ്സിൻ്റെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണ് ഞാൻ ചെയ്യുന്നത്? അപ്പം നമ്മളുടെ മനസ്സ് ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചിന്തകളെ ശക്തമാക്കണം. നമ്മളുടെ ഓരോ മനസ്സിൽ വരുന്ന ചിന്തകളും വളരെയധികം ശുഭ ഊർജ്ജം നിറഞ്ഞതായിരിക്കണം, അതായത് പോസിറ്റീവ് എനർജി നിറഞ്ഞതായിരിക്കണം. നമ്മുടെ ശബ്ദങ്ങൾ, അതിന് സരസ്വതി ദേവി വരുന്നേ ഉള്ളൂ, വാഗ്മിയുടെ ദേവതയാണ്. ശബ്ദങ്ങൾ പോസിറ്റീവ് എനർജിയുള്ള ശബ്ദങ്ങളായിരിക്കണം. പിന്നെ ശ്രേഷ്ഠ കർമ്മം, പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റം, വളരെ നല്ല പെരുമാറ്റത്തിലൂടെ, വളരെ നല്ല സ്വഭാവത്തിലൂടെ നമുക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും ആശീർവാദം എടുക്കാൻ പറ്റും. എല്ലാവരുടെ ബ്ലെസ്സിങ് കിട്ടും. സാധാരണഗതിയിൽ അച്ഛനമ്മമാർ ബ്ലെസ് ചെയ്യും, അനുഗ്രഹിക്കും മക്കളെ, അല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് വരുമ്പോൾ ദേവി അനുഗ്രഹിക്കും, അല്ലെങ്കിൽ ഗുരുക്കന്മാരെ അനുഗ്രഹിക്കും എന്നൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ നമ്മളെല്ലാവർക്കും ആശീർവാദം കൊടുക്കാം.
എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നിൽ വരുന്ന ഓരോരുത്തരെയും നന്നായി വരട്ടെ, അവർ നല്ലതാകണം എന്ന് ഞാൻ ഉള്ളിൽ നിന്ന് ആഴത്തിൽ ഒന്ന് ശുഭമായി ചിന്തിച്ചാൽ എന്താണ്? അതോ അവരൊരിക്കലും നന്നാവില്ല എന്ന് ഞാൻ ചിന്തിക്കണോ? ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഇവരാരും നന്നാവില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? എനിക്ക് എന്ത് ലാഭം? എനിക്കൊരു ലാഭവുമില്ല അതിലൂടെ. എൻ്റെ ജീവിതത്തിനും ഞാൻ ജീവിക്കുന്ന എൻ്റെ കുടുംബത്തിനും ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിനും ഈ ലോകത്തിനും നല്ലത് വരട്ടെ എന്ന് ഒരു ദിവസം പല പ്രാവശ്യം ചിന്തിച്ചാൽ എനിക്കെന്താ നഷ്ടം? ഒരു ചെലവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ശുഭസങ്കല്പങ്ങളുടെ എനർജി, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഞാൻ സൃഷ്ടിക്കുക എൻ്റെ മനസ്സിൽ വേണമെന്ന് വെച്ചിട്ട് തന്നെ മനഃപൂർവ്വം. രാവിലെ എഴുന്നേൽക്കുന്ന ആ സമയമുണ്ടല്ലോ, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരാകാം നമുക്ക്, അല്ലാതെ രാവിലെ കിടന്ന് ഉറങ്ങാൻ പാടില്ല ഒരു കാരണവശാലും. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിന് ഒരുപാട് ശക്തി നേടിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതെനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുത തന്നെയാണ്. പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം പോസിറ്റീവ് എനർജിയെ ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ അടുത്തത് നമ്മുടെ പെരുമാറ്റത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. നമ്മുടെ ശബ്ദങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. നമുക്കറിയാം, താപസന്മാരാണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും ദേവീദേവന്മാരാണെങ്കിലും അവരുടെ മുന്നേ ചെല്ലുമ്പോൾ അവർ അനുഗ്രഹം തരും. തഥാസ്തു, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കട്ടെ. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടത് സാധിക്കുന്നു? എന്നാൽ ഇന്നത്തെ ജനസമൂഹം, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തിച്ചു കൂട്ടുകയും നമ്മളുടെ കൂടെ ജീവിക്കുന്നവരെ പറ്റിയും കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കുന്ന പതി പത്നിയെ പറ്റിയും പത്നി പതിയെ പറ്റിയും ഒക്കെ ഭയങ്കര നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ബ്ലെസ്സിങ് കിട്ടുന്നില്ല, പരസ്പരമുള്ള ആശീർവാദം കിട്ടുന്നില്ല. അതിലൂടെ ശക്തി കുറയും. അങ്ങനെയും സംഭവിക്കാം. അപ്പം എൻ്റെ ശക്തി എങ്ങനെ കുറയുന്നു, എൻ്റെ ശക്തി എങ്ങനെ കൂട്ടാം, അത് ഞാൻ ചിന്തിച്ചേ പറ്റൂ. അതുകൊണ്ട് നെഗറ്റീവ് എനർജി എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ആവാൻ, വളർന്നു വരാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. അതായത് മോശമായ ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ സമ്മതിക്കരുത്. ഇത് മനഃശക്തി തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് ശീലിക്കാനുണ്ട്. നമ്മൾ പറയുന്നത്, ബ്രഹ്മകുമാരീസ് പറയുന്നത് മെഡിറ്റേഷൻ. പണ്ട് നമുക്കറിയാമല്ലേ, ഋഷി മുനികളൊക്കെ എത്ര മണിക്കൂർ കണക്കിന് ധ്യാനിച്ചിരുന്നു. അതുപോലെ സന്യാസിമാർ, നമ്മുടെ ഗുരുക്കന്മാർ, അവരെത്ര ധ്യാനിക്കുന്നു. അവരതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഹിമാലയം, ഏതെങ്കിലുമൊക്കെ വലിയ വലിയ മലയുടെ മേലെ, സാഗരതീരം, ഒറ്റയ്ക്ക് പോയി നമ്മുടെ വാൽമീകി മഹർഷിയുടെ കഥ കേട്ടിട്ടുള്ള തപസ് ചെയ്ത് മഹർഷിയുടെ ചുറ്റിലും പുറ്റു വന്നതുപോലും അറിഞ്ഞില്ല. അങ്ങനെയുള്ളൊരു പാരമ്പര്യമുള്ള ഒരു നാട്ടിലാണ്, ഇത്രയും മഹത്തായ ഭാരതദേശത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ നമ്മളാരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്കെന്താ കുറച്ച് നേരം ഇരുന്ന് ധ്യാനിച്ചാൽ, ദേവീ സ്വരൂപമാകട്ടെ ഈശ്വര സ്വരൂപമാകട്ടെ, ആ സ്വരൂപത്തിലേക്ക് ധ്യാനിച്ചാൽ നമ്മളുടെ മനസ്സിൻ്റെ ശക്തി ഇങ്ങനെ ഇരട്ടിയായിട്ട് വരുന്നത് നമുക്കറിയാൻ പറ്റും. അതിന് വേറെ പകലത്തെ സമയമൊന്നും കൊടുക്കണ്ട, ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സന്ധ്യാനേരത്ത് ചെയ്താൽ മതി. എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ്, 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഒക്കെ നമ്മളുടെ ജീവിതത്തിലൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടെന്നേ. അത് രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് എന്തായാലും സമയം കിട്ടും. പിന്നെ കുറച്ച് ജീവിത പ്രാരാബ്ധത്തിൻ്റെ ആ കാലം കഴിഞ്ഞവർക്കും സമയം കിട്ടും. അതേത് സമയമാണ്? 60 വയസ്സ് കഴിഞ്ഞാൽ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും സമയം കിട്ടും. അല്ലെങ്കിലും പണ്ടത്തെ കാലത്ത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പറയുന്നത് വാനപ്രസ്ഥം എന്നാണ്. വാനപ്രസ്ഥം എന്ന് വെച്ചാൽ അർത്ഥം ഇനി നിശബ്ദമായിരിക്കുക, ഇനി വീട്ടിലെ കാര്യങ്ങളിൽ തലയിടാതിരിക്കുക, ഇനി ആശ്രമ ജീവിതമോ ഭക്തി ജീവിതമോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് ഈശ്വരനെ ധ്യാനിക്കുക. അതാണ് 60 വയസ്സ് കഴിഞ്ഞാൽ പറയുന്നത്. ചിലപ്പോൾ ഇപ്പോഴൊക്കെ 60 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അറിയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോവുകയാണ്. സമയം നമുക്ക്, അതായത് ജീവിതത്തിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഈശ്വര ധ്യാനത്തിന് വേണ്ടി കൊടുത്തേ പറ്റൂ. അത് ഇത്ര വയസ്സ് കഴിഞ്ഞിട്ടൊന്നും ഒരിക്കലും ബ്രഹ്മകുമാരീസ് പറയുന്നില്ല.
നമ്മളുടെ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഈ 24 മണിക്കൂറിനെ നമുക്ക് 8+8+8 ആക്കാം. 8 മണിക്കൂർ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാം, 8 മണിക്കൂർ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, ഉറക്കം, ആഹാരമൊക്കെ ചെയ്യാം. പിന്നെ 8 മണിക്കൂർ ബാക്കിയുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്, ടൈം മാനേജ്മെൻറ്റ്. അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും ഈ 24 മണിക്കൂറിൽ ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഈശ്വര ധ്യാനത്തിന് വേണ്ടി, അതായത് ഈശ്വരന് ഞാൻ ധ്യാനിച്ചിട്ടൊന്നും നേടാനില്ല, പക്ഷേ ഈശ്വരനിലേക്ക് എൻ്റെ ബുദ്ധിയെ ഞാൻ ബന്ധിപ്പിക്കുമ്പോൾ, കണക്റ്റ് ചെയ്യുമ്പോൾ ആ ശക്തി എന്നിലേക്ക് ഒഴുകി വരികയാണ്. അതാർക്ക് വേണമെങ്കിൽ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും. കൊച്ചുകുട്ടികൾക്ക് ചെയ്യാം, ചെറുപ്പക്കാർക്ക് ചെയ്യാം, വാർദ്ധക്യമായിട്ട് ഇവർക്ക് ചെയ്യാം, എത്ര പ്രായമുള്ളവർക്കും ചെയ്യാം. ഞങ്ങളുടെ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ, ഞാൻ എപ്പോഴും പറയുന്ന, അഭിമാനത്തോടെ പറയുന്ന ഒരു പോയിൻ്റാണിത്. ഞങ്ങൾ പിതാശ്രീ ബ്രഹ്മ ബാബ എന്ന് അദ്ദേഹത്തിനെ വിളിക്കും. അദ്ദേഹത്തിന് 60 വയസ്സായപ്പോഴാണ് ഈ ഒരു ഇത്രയും വലിയൊരു പ്രസ്ഥാനം തുടങ്ങണം എന്നുള്ളൊരു സാക്ഷാത്കാരം ഉണ്ടായത്. 60-ാം വയസ്സിലാണ് അദ്ദേഹം ധ്യാനം സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഞങ്ങളുടെ ഇതിനു മുമ്പത്തെ ഞങ്ങളുടെ ചീഫ് ജാനകി ദാദിജി എന്ന് ഞങ്ങൾ വിളിക്കും. അവർ 104 വയസ്സായിട്ടാണ് ആത്മാവ് ദേഹത്യാഗം ചെയ്തത്. അവർ 60 വയസ്സ് വരെ, അവരുടെ ചെറിയ പ്രായം തൊട്ട് 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെ അവർ ഭാരതത്തിലാണ് ഈ അവരുടെ കർമ്മക്ഷേത്രമായിരുന്നു നമ്മളുടെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത്. പക്ഷേ 60 വയസ്സിന് ശേഷം അവർ വിദേശ രാജ്യത്ത് പോയി. ആ വിദേശ രാജ്യം മുഴുവൻ അവർ ചുറ്റിക്കറങ്ങി. ഇന്ന് 147 രാജ്യങ്ങളിൽ നമ്മളുടെ ബ്രാഞ്ചസ് ഉണ്ട്. ആ 147 രാജ്യങ്ങളിലും ഇന്ത്യയുടെ രാജയോഗം, ഈ ധ്യാനം അവർ കൊണ്ടുപോയി പ്രചരിപ്പിച്ച് എത്ര വിദേശികളെ അവരത് പഠിപ്പിച്ചു. ഇന്നും എത്ര ആയിരക്കണക്കിന് വിദേശികളാണ് ഞങ്ങളുടെ മൗണ്ട് അബു ഹെഡ് ക്വാർട്ടേഴ്സിൽ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി വരുന്നത്. മൗണ്ട് അബു നമ്മുടെ ഹെഡ് ക്വാർട്ടറാണ്. ഞാനിത് പറയാൻ കാരണം, വയസ്സൊരു പ്രശ്നമേ അല്ല. വയസ്സായ എൻ്റെ ശരീരത്തിന് ആരോഗ്യമില്ല, എൻ്റെ ബുദ്ധി പ്രവർത്തിക്കില്ല, എനിക്ക് ഓർമ്മശക്തിയില്ല, എനിക്ക് ഏകാഗ്രതയില്ല, ഇതൊന്നും എക്സ്ക്യൂസ് അല്ല. ഇങ്ങനെയുള്ളൊരു ന്യായീകരണം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഏത് വയസ്സാണോ എനിക്ക് പെട്ടെന്ന് ഈശ്വരീയമായ ഒരു ഉത്തേജനം കിട്ടുന്നത്, ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്, അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ശുഭസ്യ ശീഘ്രം. എപ്പോൾ വേണമെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എനിക്ക് ആരംഭിക്കാം. ഇന്നലെ വരെ ഞാൻ ചെയ്തില്ലെങ്കിൽ ഇന്ന് മുതൽ ആരംഭിക്കണം. ബെസ്റ്റ് ഡേ ടുഡേ, അത്രയും നമുക്ക് പറയാനുള്ളൂ. ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷം ഏതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ മുഹൂർത്തം ഏതാണ്? ഈ സെക്കൻഡ്. എൻ്റെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരാൻ ഞാൻ നാളെ രാവിലത്തേക്ക് കാത്തു നിൽക്കരുത്, ഈ സെക്കൻഡിലാവാം. അതാണ് നമ്മൾ ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്നത്. എനിക്ക് കിട്ടിയ ഈ ആയുസ്, ഈ എൻ്റെ ജീവിതത്തിൻ്റെ ഈ കാര്യങ്ങളെ ഞാൻ മാക്സിമം ഉപയോഗിക്കണം. അതേത് നേരമാണെങ്കിലും. നമ്മൾ പറയുന്നത് സത്യയുഗവും കഴിഞ്ഞു പോയി, ത്രേതായുഗവും കഴിഞ്ഞു പോയി, ദ്വാപരയുഗവും കഴിഞ്ഞു പോയി, കലിയുഗവും കഴിഞ്ഞു പോയി. ഇനി വീണ്ടും ഈ ചരിത്രം ആവർത്തിക്കുകയാണ്, യുഗങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ചാക്രികമാണ്, സൈക്ലിക്കാണ്. വീണ്ടും ഇവിടെ സത്യയുഗം വരാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കലിയുഗത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ഇടയ്ക്കുള്ള സമയം ശരിക്കും സൃഷ്ടിയുടെ ബ്രഹ്മമുഹൂർത്ത സമയമാണ്. ഈ സമയത്ത് നമ്മൾ എപ്പോഴും ധ്യാനിച്ചാലും വളരെ വലിയ ആ ഒരു ഈശ്വര സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ദൈവീ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ശക്തികൾ നമ്മുടെ മനസ്സിൽ നിറയും. പക്ഷേ ഞാൻ വിചാരിച്ചാലേ പറ്റൂ. മനുഷ്യൻ നന്നാവാത്തത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ സ്വയം വിചാരിക്കുന്നില്ല, സ്വയം അതിനു വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. അപ്പം ഞാൻ ശക്തികളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ശക്തി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുവന്ന് എൻ്റെ കുടുംബത്തെ ശക്തമാക്കി മാറ്റി, എൻ്റെ അടുത്ത തലമുറയെ ശക്തമാക്കി മാറ്റി, എൻ്റെ മക്കൾക്ക് ആത്മീയ ശക്തി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത്, എൻ്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം അത് മനസ്സിലാക്കിച്ചു കൊടുത്ത്, എൻ്റെ സമൂഹത്തിലുള്ള കുറച്ച് പേർക്കെങ്കിലും, ഞാൻ വിചാരിച്ചൊരു 100 പേരിലേക്കെങ്കിലും ഈ ആത്മീയ ശക്തിയെ എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ അടുത്ത തലമുറയെ നന്നാക്കണം. അവർ അഡിക്ഷനിലേക്ക് വിട്ടുകൊടുക്കരുത്. ഒരിക്കലും ഒരു ചെറിയ മെഷീന് പോലും നമ്മൾ അടിമയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഈശ്വരൻ്റെ അടിമയായി ജീവിച്ചൂടെ? എൻ്റെ മനസ്സിനെ ഈശ്വരനിലേക്ക് കൊണ്ടുപോക്കൂടെ? എന്തിനാണ് എൻ്റെ മനസ്സ് ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അടിമയാകുന്നത്? മനുഷ്യൻ തന്നെ കണ്ടുപിടിക്കുകയും ആ സുഖസൗകര്യങ്ങളാകുന്ന ആ ഒരു എല്ലാവിധ സാധന സാമഗ്രികളുടെ ഇടയിൽ മനുഷ്യൻ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. നിഷ്ക്രിയമായ അവസ്ഥയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയും പ്രവർത്തിക്കുന്നില്ല, മനുഷ്യൻ്റെ ശരീരവും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു മോശമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തുകയാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു അടിമത്വം മാറ്റണം. എൻ്റെ മനസ്സിൻ്റെ അഡിക്ഷൻ ഞാൻ മാറ്റണം. എന്നിട്ട്
ആ ആത്മീയ ശക്തി എന്ന് വെച്ചാൽ എന്താണ്? അതാണ് സാക്ഷാൽ മുക്ത അവസ്ഥ. ഞാൻ ഈ ജന്മത്തിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നല്ല ജാഗ്രത അവസ്ഥ, ആത്മീയമായ ജാഗ്രത അവസ്ഥ ഇതെനിക്ക് അനുഭവിക്കാൻ പറ്റണം. എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉറങ്ങിക്കിടക്കുകയാണ്, മനസ്സിനകത്ത് എന്തൊക്കെയാണ് ഉറങ്ങിക്കിടക്കുന്നത്? ഗുണങ്ങൾ, ശക്തികൾ, അഥവാ ദൈവിക ശക്തികൾ എല്ലാം ഉണ്ട് എൻ്റെ ഉള്ളിൽ. പക്ഷെ എനിക്ക് ഉണർത്താൻ വയ്യ. ഉണർത്തണമെങ്കിൽ ഞാൻ കുറച്ച് സാധന ചെയ്താലേ പറ്റൂ. അതിന് പകരം ഞാൻ വീണ്ടും വീണ്ടും ദുർബലതകൾക്ക് അടിമയായിക്കൊണ്ടിരുന്നാൽ, ഏതെങ്കിലുമൊക്കെ വ്യക്തി സ്വാധീനങ്ങളിൽ പെടുന്നു, പ്രഭാവങ്ങളിൽ പെടുന്നു, എന്തെല്ലാം അടിമത്വമാണ്. പണ്ട് കേൾക്കാത്ത അഡിക്ഷനാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അതിന് സാക്ഷികളാണ്. ഇങ്ങനെ പോയാൽ ലോകം എവിടെ ചെന്ന് നിൽക്കും? ശരി, ലോകത്തെ നമ്മൾ പറയണ്ട, മറ്റുള്ളവരും നമ്മളെ ചൂണ്ടിക്കാണിക്കേണ്ട, ഞാൻ എന്നെ ചൂണ്ടിക്കാണിക്കാം. എനിക്കെന്തുകൊണ്ട് മാറാൻ പറ്റില്ല? എനിക്കെന്തുകൊണ്ട് എൻ്റെ മനസ്സിനെ മാറ്റിക്കൂടാ? വേറൊന്നും മാറ്റണ്ട, സ്വഭാവം മാറലോ എല്ലാം മാറൽ അവിടെ മാറ്റി നിൽക്കട്ടെ. എൻ്റെ പരിവർത്തനം, ഞാൻ ഒരാൾ മാറിയാൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത തലമുറ മാറും, ഉറപ്പാണ്. കാരണം എനിക്ക് ആ കണക്ഷൻ ഉണ്ട്, ആ ബന്ധമുണ്ട്. അതുകൊണ്ട് യുവതലമുറ മാറണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നമ്മളാണ് മാറേണ്ടത്. നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, ഞാൻ മാറണം. നെഗറ്റീവിൽ നിന്ന് നമ്മൾ പറയും അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. നമുക്കതിനെ ഇന്ന് മാറ്റാം. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, വേസ്റ്റിൽ നിന്ന് ബെസ്റ്റ് എനർജിയിലേക്ക്, ശ്രേഷ്ഠമായ ഊർജത്തിലേക്ക് നമുക്ക് മാറ്റിക്കൂടെ? അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, ദുർബലതയിൽ നിന്ന് ശക്തികളിലേക്ക്. എൻ്റെ മനസ്സിൽ തന്നെ കുടികൊള്ളുന്ന ഇത്രയും ശക്തികളെ എനിക്ക് എൻ്റെ കർമ്മത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കർമ്മത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എൻ്റെ പെരുമാറ്റത്തെ കൊണ്ടുവരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. എല്ലാവരും സ്നേഹം ആഗ്രഹിക്കുകയാണ്. സ്നേഹം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നില്ല. പണ്ട് നമുക്ക് സ്നേഹത്തിനൊരു കുറവുമില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പതി പത്നിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടായിരുന്നു. ബന്ധങ്ങളുടെ സ്നേഹത്തിന് ഏറ്റവും വില കൊടുക്കുന്നത് നമ്മുടെ ഭാരതത്തിലാണ്. അറിയാമോ? വിദേശത്ത് പോയ ആ സ്നേഹത്തിന് എന്ത് മഹത്വമുള്ള, ആ സ്നേഹം കാമമായിട്ട് മാറും, വെറും ദേഹത്തിൻ്റെ സ്നേഹത്തിലേക്ക് മാറും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബന്ധത്തിൻ്റെ സ്നേഹമുണ്ട്. അതും ഒന്നും പ്രതീക്ഷിക്കാത്ത എത്ര നല്ല സ്നേഹമാണ് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ എത്ര സ്വാർത്ഥരായിട്ട് മാറി. ആ സ്വാർത്ഥത നമ്മുടെ മാനസിക ശക്തിയെ താഴോട്ട് കൊണ്ടുപോവാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്വാർത്ഥരാവാൻ പാടില്ല. നമ്മുടെ ഉള്ളിലെ നിസ്വാർത്ഥമായ മനോഭാവത്തെ വളർത്തിയെടുക്കണം. നിസ്വാർത്ഥമായിട്ട് കുടുംബത്തെ സ്നേഹിക്കണം. ആദ്യം കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ്. വീട്ടിൽ നിന്നാണ് സേവനം ആദ്യം തുടങ്ങേണ്ടത്. സാധന വീട്ടിൽ തുടങ്ങണം. എല്ലാം വീട്ടിൽ. നമ്മുടെ കുടുംബത്തിനെ നമ്മൾ ശരിക്കും മാറ്റാൻ പറ്റും. പക്ഷേ ആദ്യം ഞാൻ മാറിയാലേ പറ്റൂ. എൻ്റെ മനസ്സിനകത്ത് പാപമാണോ വേണ്ടത്, അതോ ഈശ്വരനാകുന്ന ആ ശക്തിയാണോ വേണ്ടത്, പരമശക്തിയാണോ വേണ്ടത്? പാപമുള്ളിടത്ത്, തെറ്റുകൾ ഉള്ളിടത്ത്, ദുർബലത ഉള്ളിടത്ത് ഈശ്വരശക്തിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? ഇത് രണ്ടും കൂടെ ഒന്നിച്ചിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ സാധനയുടെ ലോകത്തിലേക്ക് വരണം, ശക്തികളുടെ ലോകത്തിലേക്ക് വരണം, അറിവിൻ്റെ ലോകത്തിലേക്ക് വരണം. ഇനിയെങ്കിലും തിരിച്ചു വരണം. കാരണം ലോകം ഒരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ലോകത്തെ മുഴുവനും 10 പ്രാവശ്യം ചുട്ടുകരിക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും തയ്യാറാണ്. എന്താണത് സംഭവിക്കാത്തതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്തോ ഈശ്വരൻ കണ്ടുവച്ചിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് അതൊന്നും സംഭവിക്കാത്തത്. അപ്പോൾ കുറേ പേർക്കെങ്കിലും പരിവർത്തനം കൊണ്ടുവരാം. പക്ഷേ എവിടെയൊക്കെയോ മനുഷ്യർക്ക് ഡിപ്രഷനും വിഷമങ്ങളും ഒക്കെ ഒരുപാടാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഓരോരുത്തരും സ്നേഹവും ശാന്തിയും സമാധാനവും കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പോൾ ശക്തികളുടെ കാര്യം ഇരിക്കട്ടെ. പിന്നെ അടുത്തതാണ് നമ്മുടെ ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയെ പറ്റി പറയുമ്പോൾ സമ്പത്താണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? ഏറ്റവും വലിയ ശക്തി മനഃശക്തിയാണ്. ആ മനഃശക്തിയിലൂടെ എല്ലാ ശക്തികളും വന്നു ചേർന്നോളും. ആ ശക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ അനുഷ്ഠിക്കാം. വിധിപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യാം. അടുത്തതാണ്, എന്താണ് ഏറ്റവും വലിയ സമ്പത്ത്? അപ്പം നമ്മൾ പറയും ജ്ഞാനമാണ് ഏറ്റവും വലിയ സമ്പത്ത്, ജ്ഞാനധനം എന്നാണ്.
അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ പറയുന്നത് സ്പിരിച്വൽ വെൽത്ത് ഉണ്ടെന്നാണ്. സ്പിരിച്വൽ വെൽത്ത്, ആത്മീയ സമ്പത്തിൻ്റെ ദേവത എന്നാണ് പറയുന്നത്. മനുഷ്യന് ഒരു പരിധിവരെ ധനം ആവശ്യമാണ്, അത് ശരി തന്നെ, സമ്പത്ത് ആവശ്യമാണ് നമുക്ക്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യന് സമ്പത്തല്ല വേണ്ടത്, മനുഷ്യന് ശാന്തിയാണ് വേണ്ടത്. ശാന്തിയാണ് വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്, സന്തോഷമാണ് വേണ്ടത്. സന്തോഷമില്ലാത്ത ജീവിതം എന്തിന്? പിന്നെ സുഖം വേണം, സുഖം. പിന്നെ മനസ്സിൻ്റെ ശുദ്ധത വേണം. നമ്മൾ പറയില്ലേ, ആളുകളൊക്കെ എങ്ങനെ വിശ്വസിക്കും, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം തന്നെ എന്നൊക്കെ നമ്മളങ്ങ് സ്വയം വിഷമിക്കിരുന്നിട്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ, പരസ്പര വിശ്വാസം എന്തുകൊണ്ട് കുറയുന്നു? ആ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളുടെ എല്ലാം മനസ്സ് എന്തായി? ഡ്രൈ ആയി, വറ്റി വരണ്ടു. എന്താണ് അവിടെ വറ്റി വരേണ്ടത്? ജ്ഞാനമാണ് വറ്റി വരേണ്ടത്, അറിവില്ല. ആ അറിവാണ് ഏറ്റവും വലിയ ധനം. അടുത്തത് ഗുണങ്ങൾ, സൽഗുണങ്ങൾ. ഗുണങ്ങളാണ് ഏറ്റവും വലിയ ധനം. ജ്ഞാനം കഴിഞ്ഞാൽ ഗുണങ്ങളാണ് ഏറ്റവും വലിയ ധനം. അടുത്ത് കുറേ ധനമുണ്ട് അഷ്ടൈശ്വര്യങ്ങളിൽ. അതിലൊന്ന് ഇതാണ് പ്രകൃതി. പ്രകൃതി ഒരു ധനമാണ്. മനുഷ്യൻ്റെ ആരോഗ്യം ഒരു ധനമാണ്. അങ്ങനെ ധനം കുറേ ഉണ്ട്. നമുക്ക് അറിവാകുന്ന ധനത്തെപ്പറ്റി പറയാം, അല്ലെങ്കിൽ ഗുണങ്ങളാകുന്ന ധനത്തെപ്പറ്റി പറയാം. നമ്മൾ ബ്രഹ്മകുമാരീസിൽ 36 ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ദേവിക്കുള്ളതാണ്. സർവഗുണ സമ്പന്നയാണ് ദേവി. ആ ഗുണങ്ങളും ഈ ദേവി നമുക്ക് തരുന്നുണ്ട്. ദേവിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളാണ് വരുന്നതെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ ആ സ്വർണ്ണ നാണയം നമ്മളുടെ അടുത്ത് വരണമെങ്കിൽ കുറച്ച് നമ്മുടെ കയ്യിൽ ധനം ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മൾ ദൂർത്തടിച്ച് കളയാൻ പാടില്ലല്ലോ. പവിത്രധനമുണ്ട്, പവിത്രധനം. എൻ്റെ ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കണം, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കണ്ടേ? അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ധനം ഉണ്ടായിട്ടും എനിക്കത് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം അതെല്ലാം ഗുണങ്ങളുടെ കുറവ് കൊണ്ടാണ്. ഗുണങ്ങൾ ഒരുപാടുണ്ട്, സൽഗുണങ്ങൾ. ഈ ഗുണങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ? നമ്മുടെ ഉള്ളിൽ ഗുണമില്ലായ്മ വന്നു. അപ്പോൾ ഇന്ന് മനുഷ്യനെ അനുഭവിക്കുന്ന ദാരിദ്ര്യം ഗുണങ്ങളുടെ ദാരിദ്ര്യമാണ്, അറിവിൻ്റെ ദാരിദ്ര്യമാണ്, മനോബലത്തിൻ്റെ ദാരിദ്ര്യമാണ്. ഒന്നുമില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അവിടെ എല്ലാം പോയി. ഒരു ഗുണവും ഇല്ലാത്ത പോലെയാണ് പെരുമാറ്റം, ദേഷ്യത്തോടു കൂടിയുള്ള പെരുമാറ്റം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ദേഷ്യമേ ഇല്ല എന്ന് പറയുന്നവർ? ഞാൻ ആരുടെ അടുത്തും, എൻ്റെ പത്നിയുടെ അടുത്ത് ദേഷ്യപ്പെടാറില്ല, എൻ്റെ പതിയുടെ അടുത്ത് ദേഷ്യപ്പെടാറില്ല, എൻ്റെ മക്കളുടെ അടുത്ത് ദേഷ്യപ്പെടാറില്ല എന്ന് പറയുന്നവർ ആരെങ്കിലും ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തണം. ഉണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ ദേഷ്യം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ മനസ്സിനകത്തുനിന്നാണ് വരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ദേഷ്യപ്പെട്ടാൽ അത് എത്ര ശതമാനം, എത്ര അളവിൽ ഞാൻ ദേഷ്യപ്പെട്ടോ അത്രയും എൻ്റെ ഉള്ളിൽ, അത്രയും അളവിലോ അതിൻ്റെ ഇരട്ടിയോ ശാന്തി എൻ്റെ ഉള്ളിൽ നിന്ന് പോവും, സ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് പോവും, സഹനശക്തിയില്ല, ക്ഷമയില്ല, സന്തോഷമില്ല, കുറേ ഗുണങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഗുണങ്ങൾ നഷ്ടപ്പെടുന്നതെന്ന്. ഗുണങ്ങൾ നഷ്ടപ്പെടാൻ കാരണം അതാണ്. നമ്മളുടെ ദേഷ്യം മാത്രമല്ല, ഈ ദേഷ്യം ഉണ്ടാവുന്നത് അഹങ്കാരത്തിൽ നിന്നായിരിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് അറിവില്ലായ്മയാണ്. അപ്പോൾ ധനം നമ്മുടെ കയ്യിലുണ്ട്. ആ ധനം കണ്ടുപിടിച്ചെടുക്കണം. എൻ്റെ ഉള്ളിൽ എവിടേക്കോ ഏതൊക്കെയോ ഫയല് ബ്ലോക്കായിട്ട് കിടക്കുകയാണ് മനസ്സിനകത്ത്. അതെല്ലാം തുറന്ന് നോക്കണം. അതെല്ലാം തുറന്ന് നോക്കണം. എന്നിട്ട് ആവശ്യമില്ലാത്ത ദുർഗുണങ്ങൾ കുറേ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഈ കോപം തുടങ്ങിയ കുറേ സാധനങ്ങൾ അല്ലേ? ആ ദുർഗുണങ്ങളെ നമ്മൾ എന്നേക്കുമായി കളയണം. എല്ലാ ദിവസവും നമ്മൾ സംക്രാന്തി കൊണ്ടാടണം. എന്താ ചെയ്യേണ്ടത്? മനസ്സിനകത്ത് തൂത്തുവാരി വൃത്തിയാക്കണം എല്ലാ ദിവസവും. അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ, ധ്യാനം. പോസിറ്റീവ് എനർജി നിറയുമ്പോൾ നെഗറ്റീവ് എനർജി പോവും. അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ മനസ്സിനെ ഒന്ന് വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മളിങ്ങനെയും പറയാറുണ്ട്, ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ എന്തു ചെയ്യും? തുരുമ്പിനെ കളയാൻ എന്തു ചെയ്യും?
തുരുമ്പിനെ കളയാൻ പിന്നെ ഇന്നത്തെ കാലത്ത് തുരുമ്പ് പിടിച്ച സാധനങ്ങൾ കളയേ ഉള്ളൂ. ആരും അത് മണ്ണെണ്ണയിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ തുരുമ്പ് കളയാനൊന്നും മെനക്കെടാൻ ആർക്കും സമയമില്ല. എന്നാലും തുരുമ്പ് പോവില്ല, തുരുമ്പിനെ കളയാൻ വളരെ പാടാണ്. അതുപോലെ നമ്മളുടെ മനസ്സിനെ ബാധിച്ച നെഗറ്റീവായ ശീലങ്ങൾ, ദുർഗുണങ്ങൾ, ഇത് നിങ്ങളൊന്ന് കളയാൻ ശ്രമിച്ചു നോക്കുക. അപ്പം അറിയാം, ശരി ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവരോടും കുറച്ച് ശാന്തമായിട്ട് സംസാരിക്കും എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കണം. അപ്പം അറിയാം, അടുത്ത സെക്കൻഡിൽ വേറൊരാൾ വന്ന് നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കും, നിങ്ങൾ തിരിച്ച് ശാന്തി എല്ലാം അവിടെ കളയും, അശാന്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, ജ്ഞാനത്തിൻ്റെ ഒരു വലിയ മഹാവാക്യം, മറ്റൊരാളുടെ കയ്യിലാണോ നിങ്ങളുടെ ശാന്തി ഇരിക്കുന്നത്? മറ്റൊരാളുടെ സംസാരത്തിലോ ശബ്ദത്തിലോ ആണോ നിങ്ങളുടെ ശാന്തി? വേറൊരാളിൻ്റെ നാക്കിൻ തുമ്പത്താണോ നിങ്ങളുടെ ശാന്തിക്ക് നിങ്ങൾ സ്ഥലം കൊടുത്തിരിക്കുന്നത്? അതോ നിങ്ങളുടെ മനസ്സിനകത്തോ? അപ്പോൾ ഒരു സെക്കൻഡ് പേഴ്സൺ, രണ്ടാമതൊരാൾ എന്നോട് എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ച് ഞാൻ എൻ്റെ വ്യക്തിത്വം അങ്ങ് മാറ്റിമറിക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഇത്രയും നാളുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ വളരെ നല്ല ബിരുദങ്ങൾ, എൻ്റെ നല്ല നല്ല പദവികൾ, എന്തല്ല എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സംസ്കാരം, എൻ്റെ ഭാരതത്തിലുള്ള എൻ്റെ ആദി സനാതന സംസ്കാരം, ധർമ്മം, ഇതെല്ലാം ഇത്രയേ ഉള്ളോ? ഒരു വ്യക്തി, അത് ആ വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ, വീട്ടിലുള്ളവരോ നാട്ടിലുള്ളവരോ, അവർ വന്ന് മോശമായി സംസാരിക്കുമ്പോൾ, എന്നോട് മോശമായി പെരുമാറുമ്പോൾ ഉടനെ എൻ്റെ വ്യക്തിത്വം കിടക്കുന്നു താഴെ. എൻ്റെ ശ്രേഷ്ഠമായ വ്യക്തിത്വം അവിടെ സ്ഥിരപ്പെടുത്തി വയ്ക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇതാണ് നമ്മളുടെ പോരായ്മ. എൻ്റെ സനാതനമായ ഒരു വ്യക്തിത്വം ഉണ്ട് എനിക്ക്, അതെൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ശാന്തതയുള്ളവരാണ്, ശാന്തരാണ്, സഹനശീലത ഉള്ളവരാണ്, എല്ലാം നമുക്കുണ്ട്. പക്ഷേ വേറെ ആരെങ്കിലും ഒരു സെക്കൻഡ് രണ്ടാമത്തെ ഒരാൾ വരുമ്പം എൻ്റെ എല്ലാം പോയി. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണ് നമ്മൾ. അത്രയ്ക്ക് ബലഹീനത നമ്മുടെ ഉള്ളിലുണ്ട്, അത്രയ്ക്ക് ദുർബലരാണ് നമ്മൾ മാനസികമായിട്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് നമ്മളുടെ ആ ധനം, ദിവ്യ ഗുണങ്ങളാകുന്ന ധനം, അഥവാ നമ്മളുടെ നല്ല നല്ല ധാർമ്മികമായ ജീവിത രീതികൾ, നമ്മളുടെ ഡിസിപ്ലിൻ, ചിട്ടയോടുകൂടിയുള്ള ജീവിതം. ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. രാവിലെ കിടന്നുറങ്ങും കുട്ടികൾ. നമ്മളൊക്കെ രാവിലെ 6 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ സമ്മതിക്കുകയില്ലേ വീട്ടിൽ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഉറങ്ങാൻ സമ്മതിക്കില്ല, ഉടനെ വിളിക്കും. എല്ലാവരും അങ്ങനെയായിരിക്കും, കഴിഞ്ഞ തലമുറ വിളിച്ച് എഴുന്നേൽപ്പിക്കും. ഇന്നത്തെ കാലത്ത് അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനും പറ്റില്ല. 10 മണി വരെ വേണമെങ്കിലും കിടന്നുറങ്ങും. മറ്റ് ചിട്ടകളൊന്നും ചെയ്യാൻ അവർക്ക് സമയമില്ല. പഠിക്കുക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക. പക്ഷേ ജീവിതത്തിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കുക, ഏകാന്തമായിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക. എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? ഞാൻ എന്ത് നേടി? എനിക്കിനി എന്തൊക്കെ നേടാനുണ്ട്? ജീവിതത്തിൽ ഭൗതികമായ വിദ്യാഭ്യാസമോ ഭൗതികമായ വ്യക്തിത്വമോ മാത്രം നേടിയാൽ പോരല്ലോ. ബാക്കി നമുക്ക് ആത്മീയമായ വ്യക്തിത്വം കൂടെ നേടണ്ടേ? എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം, വിവേകം, അല്ലേ, മാനസികമായ ആ സന്തോഷം, ഇതെല്ലാം ഞാൻ നേടണ്ടേ? ഇതും ഞാൻ നേടേണ്ട സമ്പത്താണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രാജയോഗം ഇതൊക്കെയാണ് പറയുന്നത്. രാജയോഗം നമ്മളുടെ വളരെ വലിയൊരു ജീവിത ശൈലിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് കുറേ അഫർമേഷൻ കൊടുക്കുകയാണ്. ഇന്നത്തെ ദിവസം മുഴുവനും ഞാൻ ശാന്തമായിട്ടിരിക്കണം, എല്ലാവരെ കാണുമ്പോഴും പുഞ്ചിരിക്കണം, എനിക്ക് എല്ലാവരും എൻ്റെ കൂടെയുള്ള സഹോദര ആത്മാക്കളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. എനിക്കൊരു ദിവസം കിട്ടി, ഇന്നത്തെ ദിവസം, ഈ ദിവസം മുഴുവൻ ഞാൻ പുണ്യകർമ്മം ചെയ്യണം, ഞാനും സന്തോഷിക്കണം, എല്ലാവരെയും സന്തോഷിപ്പിക്കണം, എനിക്ക് മനസ്സംതൃപ്തി വേണം, എനിക്ക് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ സാധിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ തീരുമാനിക്കണം. ഇതെൻ്റെ മാനസികമായ ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ എൻ്റെ ആത്മീയ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യണം, അതിനെ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ ചിന്തിക്കാതെ എങ്ങനെ സാധിക്കും? അങ്ങനെ ഒരു ജീവിത ലക്ഷ്യം ഞാൻ കൊണ്ടുവരാതെ എനിക്ക് അങ്ങനെ അത് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ ചിന്തിക്കണം, ഞാൻ ചിന്തിക്കണം എനിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. മറ്റുള്ളവരെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്നായാലേ എല്ലാ കാര്യവും നടക്കും. ഞാൻ സന്തോഷിച്ചാലേ എനിക്ക് മറ്റുള്ള കുറേ പേർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും. എൻ്റെ മനസ്സിൽ എത്ര ശാന്തി ഞാൻ നിറയ്ക്കുന്നുണ്ട്. നമ്മൾ പറയും ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പം വെള്ളം കുടിക്കണമെന്ന് തോന്നിക്കൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? എൻ്റെ ശരീരത്തിൽ 70% വെള്ളമാണ്. എന്നാൽ എൻ്റെ മനസ്സിൽ
100% ശാന്തി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൊച്ചു ചെറുപ്പത്തിലെ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ശാന്തിയും സമാധാനവും സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു. വളർന്നു വലുതായപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്? വളർന്നു വലുതായപ്പോൾ നമുക്ക് പരചിന്ത കൂടി മനസ്സിനെ അലയിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് എൻ്റെ സന്തോഷം കുറയാൻ കാരണം. മറ്റുള്ളവരെ നോക്കുന്നത്, പരദർശനം, അവരെ നോക്കുന്നതാണ് എൻ്റെ സന്തോഷം കുറയാൻ കാരണം. അല്ലെങ്കിൽ എനിക്ക് ശാന്തി സമാധാനമൊക്കെ കിട്ടും. ഒരു കാരണമാണ് പറഞ്ഞത്, ഒരു കാരണം. നേരത്തെ പറഞ്ഞ അഡിക്ഷനും ഒരു കാരണമാണ്. വേറൊന്നിലേക്ക് നമ്മളുടെ ശക്തികൾ കൊടുക്കുമ്പോൾ നല്ല കാര്യം ചെയ്യാൻ എനിക്ക് ശക്തിയില്ല, അങ്ങനെയും സംഭവിക്കും. ഇപ്പോൾ ദുർഗാദേവി, അത് കഴിഞ്ഞ് ലക്ഷ്മി ദേവി അല്ലേ? ഇപ്പോൾ ലക്ഷ്മി ദേവിയെ എൻ്റെ ജീവിതമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തുകയാണ്. ധനം, സമ്പത്ത്, ഐശ്വര്യം, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ വേണം. അതിന്ന് ഉറപ്പിക്കണം. ഈ നവരാത്രി ഉത്സവ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ വേണമെന്ന് പറയരുത്. ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തെ വേണമെന്ന് മാത്രമേ ചിന്തിക്കാവൂ. എൻ്റെ ആത്മീയ സാധനയിൽ എനിക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച സന്യാസി ശ്രേഷ്ഠന്മാരുടെ നാടാണിത്. കുടുംബം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എത്ര പേര് ഒറ്റയ്ക്ക് സാധന ചെയ്ത് ഈശ്വരനാണ് വലുത് എന്ന് പറഞ്ഞ് ജീവിക്കുന്നു അല്ലേ? നമ്മളാരും കുടുംബമൊന്നും ഉപേക്ഷിക്കേണ്ട. ബ്രഹ്മകുമാരിസിലെ രാജയോഗം പഠിപ്പിക്കുമ്പം നമ്മൾ ഒരിക്കലും കുടുംബം ഉപേക്ഷിക്കാൻ പറയുന്നില്ല. കുടുംബം സൃഷ്ടിച്ചെങ്കിൽ അത് നിങ്ങൾ നോക്കിയാലേ പറ്റൂ. ആ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റാൻ പറ്റുമോ? ആ കുടുംബത്തിനകത്ത് പോസിറ്റീവ് എനർജി സൃഷ്ടിക്കാൻ പറ്റുമോ? ആ കുടുംബത്തിനകത്ത് ശാന്തിയും സമാധാനവും അതുപോലെ സന്തോഷവും സുഖവും ഒരു ധനമാണ്. നമ്മൾ പറയും എല്ലാ സുഖവും ഉണ്ട്, പക്ഷേ മനസ്സുഖം മാത്രം ഇല്ല എന്ന് പറയും. മനസ്സുഖം, ബ്ലിസ് എന്ന് പറയും നമ്മൾ. ബ്ലിസ് അതീന്ദ്രിയമായ ആനന്ദമയമായ അവസ്ഥ. പലരും എന്നോട് പറയാറുണ്ട്, എനിക്കൊന്നും അവിടെ വരേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊന്നും അത്ര ആവശ്യമൊന്നുമില്ല, എനിക്കെല്ലാം ഉണ്ട്, ആവശ്യത്തിന് അറിവുണ്ട്, ആവശ്യത്തിന് സമ്പത്തുണ്ട്, എല്ലാം എനിക്ക് അവിടെ ഒന്നും വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് നമുക്ക് വേണ്ടേ? ഈ ഒരു ഭൗതികമായ സന്തോഷത്തിന് പ്ലഷർ എന്ന് പറയാം. പക്ഷെ മറ്റത് ആനന്ദമാണ്, ആനന്ദം. സാധന സാമഗ്രികൾ കിട്ടുമ്പോൾ ഒരു കാറ് വാങ്ങിച്ചു, അപ്പോഴും എനിക്കൊരു സന്തോഷമുണ്ട് അല്ലേ? എൻ്റെ ജീവിതത്തിൽ സുഖസൗകര്യങ്ങളെല്ലാം ഞാൻ വില കൊടുത്താൽ കിട്ടും. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ സുഖം വില കൊടുത്താൽ കിട്ടുമോ? ഒരിക്കലും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ സുഖം ഞാൻ തന്നെ കണ്ടുപിടിച്ച് നേടിയെടുത്താൽ അതിനെയും ആത്മീയ സാധന എന്ന് പറയാലോ. കാരണം സുഖമില്ലാത്ത അതീന്ദ്രിയ സുഖത്തിൻ്റെ ആ ബ്ലിസ്, ആ ആനന്ദമയമായ അനുഭവം ഇല്ലാത്ത ഒരാൾ മറ്റൊരാൾക്ക് എങ്ങനെ സന്തോഷം കൊടുക്കും? അതുകൊണ്ട് ബാങ്ക് ബാലൻസ് കൂട്ടുന്നതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം സുഖത്തിൻ്റെ ബാലൻസ് കൂട്ടണം. സുഖത്തിൻ്റെ അക്കൗണ്ട്, സന്തോഷത്തിൻ്റെ അക്കൗണ്ട്, ശാന്തിയുടെ അക്കൗണ്ട്, സമാധാനത്തിൻ്റെ അക്കൗണ്ട്. കുറച്ച് നേരം ഏകാന്തമായിട്ടിരിക്കണം, നമ്മുടെ വീട്ടിൽ തന്നെ സമാധാനമായിട്ടിരിക്കണം. കുറച്ച് നേരം ഒന്നും ചെയ്യാതിരിക്കണം, ഫ്രീ ആയിട്ട്. അപ്പം അറിയാൻ പറ്റും നമ്മുടെ മനസ്സിനകത്ത് എന്തൊക്കെയാണ് വേലിയിറക്കം നടക്കുന്നത്, എനിക്ക് എത്ര സമചിത്തതയുണ്ട്, മാനസിക സന്തുലനം എത്രത്തോളം ഉണ്ട്, എങ്ങനെ എനിക്ക് പിന്നെ എല്ലാം നേരിടാനുള്ള ശക്തിയുണ്ട്, ആപത്ത് വന്നാൽ എങ്ങനെ ഞാൻ നേരിടും, അതിനുള്ള മനോബലം ഉണ്ടോ എന്നൊക്കെ അപ്പം നമുക്ക് മനസ്സിലാവും. അടുത്തതാണ് നമുക്ക് സരസ്വതി ദേവി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സരസ്വതി ദേവിക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. വിദ്യാധനം സർവധനാൽ പ്രധാനം. അതേത് വിദ്യയാണ്? അത് ഭൗതിക വിദ്യയാണോ, കായിക വിദ്യയാണോ, അല്ലേ? ഫിനാൻഷ്യൽ പൈസ ഉണ്ടാക്കാനുള്ള വിദ്യയാണോ, മണി മാനേജ്മെൻ്റ് ആണോ? എന്താണ് വിദ്യ? ആത്മവിദ്യയാണ് ഏറ്റവും വലിയ വിദ്യ. പരമാത്മവിദ്യയാണ്. ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ എൻ്റെ മനസ്സിന് സാധിക്കൂ, അതാണ് ഏറ്റവും വലിയ വിദ്യ. ഒരു സെക്കൻഡിൽ എല്ലാം മറന്നിട്ട് ഒരു സെക്കൻഡിൽ എനിക്ക് ഈശ്വരനെ ഓർമ്മിക്കാൻ പറ്റുമോ? പെട്ടെന്ന് മനസ്സ് അങ്ങോട്ട് പോകണം, ഈശ്വരൻ്റെ അടുത്തേക്ക്, ദേവി പരാശക്തിയുടെ അടുത്ത് പോകണം. സാധിക്കുമോ? അടുത്തത് കർമ്മസിദ്ധാന്തം, കർമ്മത്തിൻ്റെ വിദ്യ. കർമ്മസിദ്ധാന്തം എത്ര 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 ആചാര്യന്മാർ പഠിപ്പിച്ച ഭാരതമാണ്. എന്നിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നത്, അയ്യോ എനിക്കറിയാതെ പറ്റിപ്പോയി, ഞാൻ അങ്ങനത്തെ കർമ്മമാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നത് മുഴുവൻ തെറ്റായ കർമ്മമാണ്. കർമ്മത്തെക്കുറിച്ചുള്ള അറിവില്ല.
അവിടെ ന്യൂട്ടൻ്റെ കർമ്മ തിയറി പറയേണ്ടി വരും, ചലന നിയമം പറയേണ്ടി വരും. എവരി ആക്ഷൻ, ഓരോ കർമ്മത്തിനും അതിൻ്റെ പ്രതികർമ്മമുണ്ട്, ഓപ്പോസിറ്റ് റിയാക്ഷനും ഉണ്ടാവും. പിന്നെ വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഏത് വിത്ത് നട്ടോ ആ വിത്തിൻ്റെ ഫലമേ എനിക്ക് കിട്ടൂ. ഞാനൊരു ക്വാളിറ്റി ഇല്ലാത്ത വിത്ത് നട്ടു, പാഴ് വിത്ത്, അത് നട്ടാൽ പിന്നെ ഞാൻ അത് മുളയ്ക്കും അത് വൻ മരമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ചെയ്ത കർമ്മമാണ് എൻ്റെ ജീവിതം, ഞാൻ ചെയ്യുന്ന കർമ്മമാണ് എൻ്റെ വ്യക്തിത്വം, ഞാൻ ചെയ്യുന്ന കർമ്മമാണ് എൻ്റെ ധർമ്മം. എൻ്റെ ധർമ്മം എന്താണ്? നമ്മൾ ആദി സനാതന ധർമ്മത്തിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിലൂടെ അത് കാണിക്കണം ലോകത്തെ. എന്തുകൊണ്ടാണ് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി പോകുന്നത്? എന്തുകൊണ്ടാണ്? ഈ ധർമ്മത്തിൻ്റെ ആ ഒരു ഇത്രയും മഹത്തരമായ സർവശ്രേഷ്ഠമായ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്കില്ല, അറിവില്ല. ഏത് വിദ്യയാണ് നമ്മൾ അറിയേണ്ടത്? ഏത് വിദ്യയാണ് നമ്മൾ അറിയേണ്ടത്? ഏത് വിദ്യയാണ് നമ്മൾ പഠിക്കേണ്ടത്? അപ്പോൾ ഏത് കർമ്മം ഞാൻ ചെയ്യുന്നുവോ ആ കർമ്മം എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അത് എൻ്റെ അടുത്തേക്ക്, ഞാൻ ഇവിടുന്ന് ഒരു ബോൾ അടിച്ചു, ആ ബോൾ അവിടെ ചെന്ന് അടിച്ചിട്ട് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ എന്ത് കർമ്മം എവിടെ വെച്ച് ചെയ്താലും ആ കർമ്മം തിരിഞ്ഞ് മറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. അതിൻ്റെ അർത്ഥം ഞാൻ എപ്പോഴും എൻ്റെ കർമ്മത്തെ ഒരു വിത്തായിട്ട് സങ്കല്പിക്കണം, കർമ്മത്തെ വിത്തായിട്ട് സങ്കല്പിക്കണം. ആ വിത്ത് ഞാൻ നടുന്നു, എൻ്റെ ജീവിതമാകുന്ന കർമ്മക്ഷേത്രത്തിൽ നടുന്നു. അതിൽ നിന്നുണ്ടാകുന്ന വിത്ത്, ഇപ്പോൾ ഞാനൊരു മാവിൻ്റെ വിത്ത് നട്ടു, ഉദാഹരണം, അതിൽ നിന്ന് നല്ലൊരു മരം ഉണ്ടായി. ആ മാവിൽ അനേക മാങ്ങ ഉണ്ടായി, മാമ്പഴം ഉണ്ടായി. അതിൽ നിന്ന് വീണ്ടും മരങ്ങളുണ്ടായി, അതിൽ നിന്ന് വീണ്ടും ഫലങ്ങളുണ്ടായി, അതിൽ നിന്ന് വീണ്ടും 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 ഫലങ്ങളുണ്ടാകും. ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും അങ്ങനത്തെ കർമ്മമായിരിക്കണം. ഒത്തിരി ഒത്തിരി ഫലം എനിക്കും മറ്റുള്ളവർക്കും കിട്ടണം. ഞാൻ നട്ടതൊരു വിത്താണ്, പക്ഷെ അത് വലിയൊരു വൻമരമായി, അതിൽ ഒരുപാട് പഴങ്ങളുണ്ടായി, അത് എത്ര പേർക്ക് ഉപയോഗപ്പെട്ടു. അപ്പോൾ എൻ്റെ കർമ്മം അങ്ങനെയുള്ളതായിരിക്കണം. അതുകൊണ്ട് കർമ്മം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. ചെയ്യാനുള്ള കർമ്മങ്ങൾ അതെവിടെയാണെങ്കിലും നമ്മൾ ചെയ്ത് തീർക്കുക തന്നെ വേണം, ചെയ്തേ പറ്റൂ. കടമ ആർക്കും ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല, ഉപേക്ഷിച്ച് പോയാൽ അത് പുറകെ വരും. കർമ്മത്തിന് ആർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല, ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. തൻ്റേതായ കടമകൾ, തൻ്റേതായ കാര്യങ്ങൾ നമ്മളൊരു കുടുംബത്തെ സൃഷ്ടിച്ചു, നമ്മളത് നോക്കണം. പക്ഷേ ഇവിടെ എന്താണ്? അറിവ് വേണം. എല്ലാത്തിനും അറിവുണ്ട്, എല്ലാത്തിനും നിയമങ്ങളുണ്ട്, എല്ലാത്തിനും വിധികളുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട മൂലമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ മനസ്സിലാക്കുക എന്നാണ്. നമുക്കറിയാം, ഇവിടെ വളരെ വലിയൊരു ആചാര്യൻ ജീവിച്ച ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്, തിരുവനന്തപുരം അല്ലേ. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ആ കണ്ണാടിയിൽ നമ്മളോട് നോക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ വ്യക്തിത്വമാണ്. എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ ശാന്തമാക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ വ്യക്തിത്വം എന്താണെന്നും എൻ്റെ ആ സമ്പൂർണ്ണ ആ അവസ്ഥ എന്താണെന്നും അതൊന്നും എനിക്ക് അറിയാനും പറ്റുന്നില്ല, എനിക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല, അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള വളരെ മോശമായ ഒരു കണ്ടീഷനാണ് നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ ഇപ്പം അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഗുരുദേവൻ അവിടെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. പക്ഷേ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ ആരാണ് എന്നുള്ളതൊന്ന് ചിന്തിക്കണം. നമ്മൾ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്? ഇത് നമ്മളുടെ 3 ക്വസ്റ്റ്യനാണ്. ഇത്രയും വലിയ ശാസ്ത്രങ്ങളിൽ നിന്നുള്ളൊരു 3 ക്വസ്റ്റ്യനാണ്. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഇനി ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഇനി എന്താണ് എൻ്റെ ജീവിത ഉദ്ദേശം എന്നുള്ളത്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വർത്തമാന സമയത്ത് ഇന്നലത്തെ കാര്യം ഇന്നലെ, നാളത്തെ കാര്യം നാളെ. പക്ഷെ ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കർമ്മസിദ്ധാന്തം. അപ്പോൾ ഈ കർമ്മസിദ്ധാന്തമുള്ള ഈ നാട്ടിൽ, കർമ്മയോഗം പഠിപ്പിച്ചു തന്ന ഈ നാട്ടിൽ നമുക്ക് ആർക്കും കർമ്മയോഗിയായി ജീവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? കർമ്മയോഗത്തെക്കുറിച്ചുള്ള അറിവില്ല. ഇപ്പോൾ പലരും പറയുന്നത് എന്താണ്? കർമ്മം ചെയ്യാം,
ഓക്കെ, പക്ഷെ യോഗം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ യോഗത്തിൻ്റെ അവസ്ഥ കർമ്മയോഗം എന്താണ്? ആ യോഗിയായിട്ട് കർമ്മം ചെയ്യണം. ചെയ്യുന്ന ഓരോ കർമ്മവും ഏറ്റവും നല്ലതായിട്ട് ചെയ്യണം. അതെല്ലാവർക്കും നമ്മളെന്താ പറയാറ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ലോകത്തിലെല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, മംഗളുണ്ടാവട്ടെ. ഓരോ കർമ്മം ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ പറയാം. ഈശ്വരാർപ്പണ ബോധത്തോടു കൂടി തന്നെ കർമ്മം ചെയ്യണം. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കില്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഓണർഷിപ്പ് എനിക്കില്ല. ആ സത്യം മനസ്സിലാക്കണം. കർമ്മം ചെയ്യുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം ഈശ്വരൻ തരട്ടെ. ഞാൻ എന്തിനാ പ്രതീക്ഷിക്കുന്നേ? ഇന്നുള്ള നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരിത്തിരി വല്ല കർമ്മവും ചെയ്തിട്ട് അതിൻ്റെ 100 മടങ്ങ് പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്തൊരു ദുഃഖകരമായ ജീവിതമാണെന്നറിയാമോ? ഇന്നത്തെ മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അതാണ്, പ്രതീക്ഷകൾ. ഒരിത്തിരി കൊടുക്കും, എന്നിട്ട് 100 മടങ്ങ് പ്രതീക്ഷിക്കും. അങ്ങനെ പ്രതീക്ഷിച്ച് ജീവിക്കുക. ഒരിക്കലും ഞാൻ ആർക്ക് വേണ്ടി കർമ്മം ചെയ്താലും ഒന്നും ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇത് വളരെ വലിയൊരു കർമ്മസിദ്ധാന്തമാണ്. എങ്കിലും ഇത് നമ്മൾ അപ്ലൈ ചെയ്തേ പറ്റൂ. എല്ലാം വിട്ടിട്ട് ഒരു ദിവസം നമ്മളെല്ലാവരും ഇവിടുന്ന് പോകണ്ടേ? അതെന്നാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഒരു ഡേറ്റും അറിഞ്ഞുകൂടാ. എന്നാണ് പോകേണ്ടത്, എപ്പോഴാണ് ഈ ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടത് എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ എന്താണ് ഇതൊക്കെ എൻ്റെയാണ് ഓരോ കാര്യവും മറ്റുള്ളവരെയും വരുന്ന പ്രതീക്ഷിച്ചിരിക്കണം. എന്തിന്? ഒരു സെക്കൻഡ് മതി ഈ ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് അങ്ങ് പോവാൻ, ദേഹത്യാഗം ചെയ്ത് പോവാൻ. ഒരു സെക്കൻഡ് മതി, പോരെ? അല്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ആരിൽ നിന്നും ഒന്നും കിട്ടാനില്ല. ഇത് ലക്ഷ്മി ദേവിയുടെ ഗുണമായിട്ടാണ് പറയുന്നത്. എപ്പോഴും കൈ ഇങ്ങനെ വെച്ചിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും എങ്ങനെ കൈ വെച്ചിരിക്കുന്ന അറിയാമോ? ഇങ്ങനെ, എനിക്ക് വല്ലതും ടേക്ക് എന്നാണ്. ഗീവില്ല, കൊടുക്കുക എന്നുള്ളതില്ല. എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം, ശാന്തി വേണം, സ്വത്ത് വേണം, എല്ലാം എനിക്ക് വേണം. നിങ്ങൾ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരണം. അത് നിങ്ങളുടെ ഇതാണ്, കടമയാണ്. അച്ഛനമ്മമാരോട് മക്കൾ പറയും, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരണം, അത് നിങ്ങളുടെ കടമയാണ് എന്നങ്ങ് പറയുകയാണ്. നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും വേണം എന്നുള്ള ആഗ്രഹമാണ്. 2 കൈയും നീട്ടിയിട്ട് നമുക്ക് ഈശ്വരൻ്റെ അടുത്ത് പറയാം, പരാശക്തിയുടെ അടുത്ത് പറയാം. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ വ്യക്തികളിൽ നിന്ന്, മനുഷ്യരെല്ലാം ചതുപ്പിൽ കിടക്കുകയാണ്. അവരവരുടേതായ ആഗ്രഹങ്ങൾ, അവരവരുടേതായ പ്രതീക്ഷകൾ, അവരവരുടേതായ ഗുണങ്ങളുടെ ദാരിദ്ര്യം, അറിവില്ലായ്മ, അങ്ങനെയുള്ള ചതുപ്പിൽ കുടുങ്ങി കിടക്കുകയാണ്. അവരോടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരെനിക്ക് എന്ത് തരാനാ? അതുകൊണ്ട് ഒരു ജീവാത്മാവിനും അടുത്ത ജീവാത്മാവിനും കൊടുക്കാനില്ലാത്ത കാലമാണിത്. അങ്ങനത്തെ സമയമാണിത്. ഇല്ലാത്ത ആളിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ? ആ ഒരു സൈക്കോളജിക്കൽ ഒരു അപ്രോച്ച് നമ്മൾ പഠിച്ചേ പറ്റൂ. കാരണം ഞാൻ ആരിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇനി പ്രതീക്ഷിച്ചാൽ നിങ്ങൾ എത്ര കൊടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അറിവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ജ്ഞാനം പഠിപ്പിക്കുന്നത് കൊടുക്കുക എന്നത് മാത്രമാണ്. എടുക്കുക എന്നല്ല, വേണം എന്ന് പറയാനല്ല, കൊടുക്കുക എന്നുള്ളതാണ്. കാലഘട്ടം മാറി. ഇന്ന് ഒരുപാട് പേര് മാറിയിട്ടുണ്ടാവാം, മാറിയിട്ടുണ്ടാവാം. പക്ഷേ പല പ്രോബ്ലംസാണ് ഓരോ സമയത്ത് വരുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഒരൊറ്റ നിവാരണമേ ഉള്ളൂ. ഞാൻ എന്നെ കാണുക, ഞാൻ എന്നെ മനസ്സിലാക്കുക. ഒന്ന് ആത്മവിദ്യയാണ്. ആത്മവിദ്യയിലാണ് ഞാൻ എന്നെ കാണൽ. വിദ്യാധനത്തിലെ ഏറ്റവും നമ്പർ 1 ഒന്നാമത്തെ പാഠം എന്താണ്? പാഠമാണ്. ഞാൻ സ്വയം ഒരു പ്രകാശമാണെന്ന് മനസ്സിലാക്കുക. വളരെ വലിയൊരു, ഒരുപാട് അപാരമായ ശക്തികളുള്ള ഒരു എനർജിയാണ് ഞാൻ. ഊർജ കണമാണ് ഞാൻ. ഊർജത്തിനെ നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ശരീരം മാറ്ററാണ്, പ്രകൃതിയാണ്. ശരീരം നശിക്കും, ശരീരത്തിന് രൂപപരിവർത്തനം സംഭവിക്കും. പണ്ട് നമ്മൾ ശിശുക്കളായിരുന്നല്ലോ ജനിച്ചപ്പോൾ. പിന്നെ വളർന്ന് നമ്മൾ ഈ അവസ്ഥയിലെത്തി. ശരീരത്തിന് മാറ്റം വരും, പ്രകൃതിക്ക് മാറ്റം വരും, അങ്ങനെ എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരും. പക്ഷേ ആത്മാവിന് ഒരിക്കലും മാറ്റം വരില്ല. ആത്മാവിനെ കത്തി കൊണ്ട് വെട്ടിയ മുറിയില്ല, തീയിലിട്ട കത്തില്ല, കാറ്റിലാടില്ല, മഴയത്ത് നിന്നാലും മഴ കൊള്ളില്ല ആത്മാവിന്. പക്ഷേ ശരീരത്തിന് ഇതെല്ലാം ഏൽക്കും, ശരീരം നശിക്കുകയും ചെയ്യും. പക്ഷേ ആത്മാവ് എന്തു ചെയ്യും? കൂട്
അടുത്ത കൂട്ടിലേക്ക് പോകും. ഈ ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരം. അപ്പം ആത്മജ്ഞാനം വേണം, ആത്മബോധം വേണം. ഈ നശിച്ചു പോകുന്ന ദേഹത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാ? ദേഹം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരിക്കലും നശിക്കാത്ത, എപ്പോഴും ആ വൈബ്രൻ്റായിട്ടിരിക്കുന്ന, ചൈതന്യമായിട്ടിരിക്കുന്ന ആത്മ അനുഭൂതിയാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ നമ്മളുടെ മാനസികമായ ശക്തി ഒറ്റയടിക്ക് കുതിച്ചുയരും. ഒരുപാട് നമുക്ക് അനുഭവം ഉണ്ടാവും. ഇതെല്ലാം ഇപ്പോഴും വല്ലപ്പോഴും സാധിക്കുമോ എന്നുള്ളതാണ് അല്ലേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും ഈ നോളജ് ഉണ്ട്, അറിവുണ്ട്. പക്ഷെ നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ മെഡിറ്റേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഇവിടെ ഇങ്ങനെ ഈ പ്രകാശം കാണും, ആ പ്രകാശത്തിന് അനുഭവം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ധ്യാനം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഞാൻ ഈ ശരീരം എന്നുള്ള വ്യക്തിത്വം കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ ആത്മാവാണെന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരിക, അല്ലെങ്കിൽ ആത്മാവാണെന്നുള്ള വ്യക്തിത്വത്തിലേക്ക് വരിക. ശരിക്കും ആ ജ്ഞാനത്തിൻ്റെ സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം. ഇവിടെ എല്ലാവരും ആത്മബോധമുള്ളവരായിരുന്നു. ഇവിടെ എല്ലാവരും ആത്മാഭിമാനികളായിരുന്നു. ഇത് വളരെ വലിയൊരു കാര്യമാണ്. കുറച്ചു കാലം മുമ്പേ വരെയും എത്ര വലിയ ആത്മബോധത്തിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ കാണാമായിരുന്നു നമുക്കെന്നറിയാമോ? ഗൃഹസ്ഥനാണെങ്കിൽ പോലും. ജനകനെ പറ്റി അറിയാലോ. രാജ്യം ഭരിച്ചിരുന്നു ജനക മഹാരാജാവ്. പക്ഷെ അദ്ദേഹം തികഞ്ഞ ആത്മാഭിമാനിയായിരുന്നു, ആത്മബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്ന് നമ്മൾ ദേഹത്തിൻ്റെ ബോധത്തിലേക്ക് അങ്ങ് വഴുതി മാറി. മൊത്തം നമുക്ക് ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ ഇന്ന ആളാണ്. നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ പറയും എനിക്ക് ഇത്ര ഡിഗ്രി ഉണ്ട്, ഞാൻ ഇത്രയും ഇന്ന തറവാട്ടിലെയാണ്, ഇന്ന സ്ഥലത്തുള്ളതാണ്, ഇന്ന നാട്ടുകാരനാണ്. അങ്ങനെ നമ്മളുടെ വ്യക്തിത്വത്തെ പറ്റി പറയാറില്ലേ? അതൊക്കെ നമ്മുടെ ശാശ്വതമായ വ്യക്തിത്വമേ അല്ല. ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ് അല്ല. ഇപ്പം സ്ത്രീ ശരീരം കിട്ടിയെന്നേ ഉള്ളൂ. കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ പുരുഷ ശരീരമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരുപക്ഷെ പുരുഷ ശരീരമായിരിക്കും കിട്ടാൻ പോണത്. അങ്ങനെ മാറി മാറി ജന്മം എടുക്കും നമ്മൾ. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കേണ്ട സത്യമാണ്. ആ ആത്മസത്യം തിരിച്ചറിയണം. എന്നിട്ട് ആത്മസാധന ചെയ്യണം. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ആത്മാവ് ഇവിടെ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു എന്ന് കാണുമ്പോൾ ആ ആത്മചിന്ത വരുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്നിങ്ങനെ ശാന്തിയുടെ അനുഭവം ഉണ്ടാവും. സമാധാനം, സന്തോഷം, സുഖം കിട്ടും. ഏത് സുഖം? അതീന്ദ്രിയമായ സുഖം. നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾക്ക് കുടുങ്ങിയിരിക്കുകയല്ലേ. നമ്മൾ ഈ കർമ്മേന്ദ്രിയങ്ങളാകുന്ന ഈ മനുഷ്യ കൂടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു കിളിയെപ്പോലെ. കിളി സ്വർണ്ണക്കിളിയായിട്ടും കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ കൂട് സ്വർണ്ണക്കൂടായിട്ടും കാര്യമില്ലല്ലോ. കിളിക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പം ഞാൻ ഈ ശരീരബോധമാകുന്ന കൂട്ടിനകത്ത് ബന്ധനസ്ഥനായിട്ട് ഇങ്ങനൊരു ആത്മബോധത്തിൻ്റെ അനുഭവം ഉണ്ട്. ഇങ്ങനൊരു ബ്ലിസ് എനിക്ക് അനുഭവിക്കാൻ പറ്റും. ഇങ്ങനൊരു എക്സ്ട്രാ വളരെ ഉപരിയായ പരമമായ ഒരു ശാന്തിയും സന്തോഷവും എനിക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന സത്യം പോലും മറന്ന് നമ്മൾ ഈ ശരീരബോധത്തിൻ്റെ തടവിൽ കഴിയുകയാണ്. അതുകൊണ്ടാണ് സീത അശോകവനത്തിൽ തടവിൽ കിടന്നതും രാമൻ രക്ഷിക്കാൻ വന്നതുമായ രാമായണം ഉണ്ടായത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ നമ്മളല്ലേ ആ സീതകൾ. ഇന്നും രാവണൻ്റെ തടവിലല്ലേ നമ്മൾ. രാവണൻ എന്ന് വെച്ചാൽ എന്താണ്? ദേഹബോധം. മൊത്തം 5 വികാരങ്ങൾ, എല്ലാവിധ വികാരങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ, ഇതിൻ്റെ എല്ലാം തടവിൽ നമ്മൾ കിടക്കുക. ഇതിൽ നിന്ന് പുറത്തു വരാനുള്ളത് നോളജാണ്, അറിവാണ്. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ, ആത്മാ എന്നുള്ള അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് ശരീരബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. നിസാരമല്ല നമ്മുടെ ശരീരബോധം. കുറേ ജന്മങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് അഭ്യസിച്ചാൽ മതി. നമുക്ക് എന്തുമാത്രം ഇതൊക്കെ ചെയ്യാം, സാധന ചെയ്യാം. അതിനുള്ള സാഹചര്യം എല്ലാം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ മാറ്റത്തിൻ്റെ സൃഷ്ടികർത്താവ് ഞാൻ തന്നെയാണ്. എൻ്റെ ജന്മവും എൻ്റെ മരണവും എൻ്റെ കർമ്മവും തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ എന്ത് സംസാരിക്കണം ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാനിനി അടുത്ത ജന്മം എവിടെ എടുക്കണം അത് ഇന്നത്തെ എൻ്റെ കർമ്മമാണ് തീരുമാനിക്കുന്നത്. ശത്രുക്കളെയും മിത്രങ്ങളെയും എൻ്റെ ബന്ധുമിത്രാദികളെയും ഒക്കെ ഞാനിവിടെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ ശത്രുവിനെ വേണോ? എങ്കിൽ ഇവിടെ തന്നെ ശത്രുവിനെ ഉണ്ടാക്കിയാൽ പോരെ. അടുത്ത ജന്മം കൂടെ വന്നോളൂ. അടുത്ത ജന്മത്തിലെ സ്വന്തം ബന്ധുക്കളെ വേണോ? ഇവിടെ തന്നെ നമുക്ക് സ്നേഹമായിട്ട് കഴിഞ്ഞാൽ അവർ അടുത്ത ജന്മം നമ്മുടെ കൂടെ വന്നോളും. ഇതെല്ലാം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്?
അപ്പോൾ ഇത്രയും ഈശ്വരീയമായ അറിവ്, ഈ അറിവിൻ്റെ ഉത്സവമാണ് നമ്മൾ നവരാത്രി ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. ഈ അറിവിൻ്റെ ഉത്സവമാണ് നമ്മൾ ആഘോഷിക്കുന്നത്, നവരാത്രി മഹോത്സവം. പക്ഷേ നമ്മൾ പറയും, ജ്ഞാനം എന്ന് പറയുന്നത്, ഞാൻ വന്നിട്ട് ഏകദേശം ഈ അറിവ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയും 40 വർഷമായി. അന്ന് മുതൽ പഠിക്കുകയാണ്, ഡെയിലി, ദിവസേന. പഠിച്ച് തീർന്നില്ല എന്ന് പറയാൻ വരികയാണ് ഞാൻ. പഠിച്ച് തീരുന്നില്ല അറിവ്. അപ്പോൾ പിന്നെ സരസ്വതി ദേവിയെ കാണിച്ചിരിക്കുന്നത് വീണ വായിക്കുന്നതായിട്ടാണ്, പിന്നെ ഹംസവാഹിനിയായിട്ടാണ്. എത്ര വലിയ അർത്ഥമാണ് അതിനുള്ളത്. ജ്ഞാനമാണ് ആ വീണ. എൻ്റെ മനസ്സിലെപ്പോഴും അറിവിനെക്കുറിച്ചുള്ള ചിന്ത കൂടണം. പണ്ടൊക്കെ ശങ്കരാചാര്യരുള്ള കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ്. ശങ്കരാചാര്യർ എന്ത് ചെയ്തു? തത്വങ്ങൾ ചർച്ച ചെയ്തു. ഒരിക്കലും മനുഷ്യൻ തത്വങ്ങൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം എല്ലാ ഭാഗത്തും പോയി, എത്ര ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം, പക്ഷെ എന്തുമാത്രം ജ്ഞാനം പറഞ്ഞ് എത്ര പേരെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ജ്ഞാനത്തിൻ്റെ ഭയങ്കര ചർച്ചയാണ്. ഇന്ന് എവിടെ ജ്ഞാനത്തിൻ്റെ ചർച്ച? തോൽപ്പിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണ്ടേ നമ്മൾ? വീടുകളിൽ ജ്ഞാന ചർച്ച നടക്കണം. നമ്മളുടെ ഓരോ ക്ഷേത്രങ്ങളിലും ജ്ഞാന ചർച്ച നടക്കണം. അവരെ ആത്മബോധമുള്ളവരാക്കി മാറ്റണം. അങ്ങനെ നടന്നാലേ ശരിയാവുള്ളൂ. നമുക്ക് ഈ നാടിനെ രക്ഷിച്ചെടുക്കണ്ടേ? നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ രക്ഷിച്ചെടുക്കണ്ടേ? അടുത്ത തലമുറയെ രക്ഷിക്കണ്ടേ? എനിക്ക് എന്നെ രക്ഷിക്കണ്ടേ? ഏറ്റവും പ്രധാനം അതാണ്. നാടിനെ രക്ഷിക്കുന്നതോ കുടുംബത്തെ രക്ഷിക്കുന്നതോ അല്ല പ്രധാനം. ഈ ശരീരം അങ്ങ് വിട്ടാൽ പിന്നെ എനിക്ക് വീടുമില്ല, കുടുംബമില്ല, എൻ്റെ മക്കളുമില്ല, ആരുമില്ല. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നതും ഞാൻ ഒറ്റയ്ക്കാണ് ശരീരം ഉപേക്ഷിച്ച് പോകാൻ പോണതും. അത് ഉറപ്പാണ്. വന്നത് കാലി കയ്യോടെ, പോകുന്നതും കാലി കയ്യോടെ എന്ന് പറയില്ലേ. ഭൗതികമായ ഒന്നും നമ്മൾ കൂടെ കൊണ്ടുവന്നില്ല, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ മാറ്റിയെടുക്കാം. അറിവ് വേണം, അപാരമായ അറിവ് വേണം. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വായനശാലകൾ, ഗ്രന്ഥശാലയൊക്കെ എന്തൊരു ഗുണമാണ് ചെയ്യുന്നത്. ഗ്രന്ഥശാലയിൽ പോയിരുന്ന് പഠിക്കും ആളുകൾ, ഒരുപാട് പഠിക്കും. വായനയോട് വായനയാണ്. ഇന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഫോൺ കയ്യിൽ കിട്ടിയപ്പോഴേ ഫോണിൽ ഇതെല്ലാം കിട്ടും. പഠിക്കാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെ, പക്ഷെ ഫോണിൽ എല്ലാ നെഗറ്റീവും കിട്ടും. അങ്ങനെ അപ്പം നമ്മൾ വീണ്ടും ആ വായനാശീലം വർദ്ധിപ്പിക്കണം. അത് മാത്രമല്ല, ധ്യാനം, ജ്ഞാനം, ധ്യാനം രണ്ടും വേണം. കാരണം കുറച്ച് ആഴത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കി കൊടുത്താലേ, കുറച്ച് ഏകാഗ്രത അഭ്യസിക്കണം. മനസ്സിനങ്ങനെ അലിയിക്കാൻ വിടരുത്. കുറച്ച് നേരം നമ്മളിങ്ങനെ നിശ്ചലമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് അടങ്ങും. ശരീരത്തിനെ അനക്കാതിരുത്തണം, പിന്നെ മനസ്സിനെ അനക്കാതിരുത്തണം. അങ്ങനെയൊക്കെ ഒന്ന് ശീലിച്ചാലേ ശരിയാവുള്ളൂ. താല്പര്യം വരണം, എല്ലാത്തിനും ഒരു താല്പര്യം വരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണെന്നേ. ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ശരിയാണ്, കുറച്ച് നാൾ നമ്മൾ കഷ്ടപ്പെടണം, അധ്വാനിക്കണം, എന്നാലേ കയ്യിൽ പൈസ വരൂ. അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സുഖസൗകര്യങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ അതിനേക്കാളേറെ പരിശ്രമമുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോവുക. എന്നിട്ട് കടലിൻ്റെ ആഴങ്ങളിൽ പോയിട്ട് മുത്ത് തപ്പി എടുത്തിട്ട് വരണ പോലെയാണ് നമ്മളുടെ മനസ്സിൻ്റെ സാധന എന്ന് പറയുന്നത്. നിസ്സാര കാര്യമേ അല്ല അത്. അതുകൊണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നുള്ള തത്വം ഓർമ്മിക്കുക. ജ്ഞാനം കൊടുക്കുക, ജ്ഞാനം എടുക്കുക. അല്ലാതെ ദുഃഖമല്ല കൊടുക്കേണ്ടത്, ദുഃഖമല്ല എടുക്കേണ്ടത്. അത് അജ്ഞാനമാണ്. ഒരിക്കലും ആരെയും സങ്കടപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ കുറ്റം പറയാനോ പാടില്ല. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു വലിയ കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരുടെ മേലെ കുറ്റോടും, എല്ലാവരും കുറ്റം പറയും. അങ്ങനെ നമ്മൾ സകലരും കുറ്റം പറയും. പക്ഷെ പണ്ടത്തെ ഒരു കഥയുണ്ട്. കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർക്കും പാപത്തിൻ്റെ അട്ട കിടക്കും. എവിടെ? യമധർമ്മൻ്റെ അടുത്ത് പോകുമ്പോൾ. അപ്പോൾ ഓരോരുത്തരെ പറ്റിയും നമ്മൾ കുറ്റം പറഞ്ഞാൽ അവരുടെ പാപത്തിൻ്റെ ഒരട്ട നമ്മൾ കഴിക്കേണ്ടി വരും അവിടെ പോയാൽ. അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൻ്റെ സയൻസ്, സ്പിരിച്വൽ സയൻസ്, കർമ്മത്തിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഞാൻ ഒരാളെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരാൾ പെശകാണ്. അപ്പം ഞാൻ ആളെ പറ്റി ചിന്തിച്ചു, ഇയാൾ മോശമാണ്, ഇയാൾ ഇങ്ങനെയുള്ള വ്യക്തിയാണ്. ചിന്തിച്ചുടനെ ഞാൻ ആർജിച്ച ശക്തിയുടെ ഒരംശം പോയി, അവരിലേക്ക് പോയി. ഇത് മനസ്സെന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു പ്രതിഭാസമാണ്.
ഞാൻ എന്തു ചിന്തിക്കുന്നോ നമുക്ക് എല്ലാവരുടെ ചുറ്റിൽ ഓറയുണ്ട്. എൻ്റെ ചിന്തകളുടെ തരംഗങ്ങൾ എൻ്റെ ചുറ്റിലുമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ചുറ്റിലും നമ്മളുടെ ചിന്തകളുടെ ഒരു വലയമുണ്ട്, ഒരു പ്രഭാവലയമുണ്ട്. അത് മറ്റുള്ളവർക്കും പോകുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ലണ്ടനിലുള്ള ഒരാളെ പറ്റി ചിന്തിക്കുകയാണെന്ന് വെച്ചോ, ആ ചിന്ത അവിടെ എത്തും. ഉടനെ അവർക്ക് എന്നെ ഓർമ്മ വരും. ഒരമ്മ വിചാരിക്കുകയാണ് നവരാത്രിയാണ്, എൻ്റെ കുട്ടി അവിടെയാണ്, ലണ്ടനിലാണ് എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തേനെ എന്ന് വിചാരിക്കുമ്പോൾ ഉടനെ ആ കുട്ടി അവിടെ ഇരുന്ന് ചിന്തിക്കും, അയ്യോ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പലഹാരം ഉണ്ടാക്കി തന്നേനേന്ന്. സെയിം അതേ സങ്കല്പം അടുത്ത വ്യക്തിയും ചിന്തിക്കും. ഇത് ചിന്തകളുടെ സയൻസാണ്. ഈ നോളജും കൂടെ നമ്മൾ അറിയണം. ഞാൻ ആരെപ്പറ്റി എന്ത് ചിന്തിച്ചാലും അത് അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. എങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് നല്ലത് ചിന്തിച്ചൂടാ? ഞാൻ നല്ലതേ ചിന്തിക്കാവൂ. വളരെ പോസിറ്റീവായിട്ട് ഞാൻ എല്ലാവരെയും പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ നാട് എന്നേ നന്നായേനെ. നമ്മളെല്ലാവരെയും കുറ്റം പറയാനും ദോഷം ആരോപിക്കാനും അവർ കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇവർ കാരണം കൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരി, അവർ കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. പക്ഷെ ഞാനൊരാൾ കാരണം കൊണ്ട് എനിക്ക് എല്ലാത്തിനും നല്ലതാക്കി എടുക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിക്കണ്ടേ? എൻ്റെ ഒരാളിൻ്റെ തന്നെ മനഃശക്തിയെക്കുറിച്ചുള്ള അവെയർനെസ്, ആ അറിവ്, അത് തന്നെയാണ് ഏറ്റവും വലിയ വിദ്യ. ഒന്നാമത്തത് അതാണ്. അടുത്തതാണ് പരമാത്മജ്ഞാനം, ഈശ്വരനെക്കുറിച്ച് അറിയുക എന്നുള്ളത്. ഈശ്വരനെക്കുറിച്ച് അറിയുക എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈശ്വരൻ എൻ്റെ ആരാണ്? മാതാവും പിതാവും എൻ്റെ ഫ്രണ്ടും എൻ്റെ കൂട്ടുകാരനും എൻ്റെ ബന്ധുവും എൻ്റെ സർവസ്വവുമാണ്, എൻ്റെ സഹോദരനുമാണ്. അർജുനന് ശ്രീകൃഷ്ണൻ കൂട്ടുകാരനായി, എന്താ എൻ്റെ കൂട്ടുകാരനാവില്ലേ? എൻ്റെ കൂട്ടുകാരനാവില്ലേ? തീർച്ചയായിട്ടും എൻ്റെയും കൂട്ടുകാരനാവും. ആർക്കൊക്കെയാണ് അമ്മയും അച്ഛനും ഈശ്വരൻ അല്ലാത്തത്? നമ്മുടെ എല്ലാവരുടെയും ആത്മാവിൻ്റെ അച്ഛനും അമ്മയും കൂട്ടുകാരനും എല്ലാം പരമാത്മശക്തിയാണ്. അത് മനസ്സിലാക്കിയാലേ പറ്റൂ. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഈശ്വര സാന്നിധ്യം ഞാൻ വേണമെന്ന് ആവശ്യപ്പെട്ടാലല്ലേ എനിക്കുണ്ടാവൂ. പക്ഷെ ആ അറിവ് എനിക്ക് ആവശ്യമാണ്. അതിൻ്റെ സമ്പൂർണ്ണ തലത്തിലുള്ള അറിവ് എനിക്ക് ആവശ്യമാണ്. ആ അറിവിലെ ഒന്നാമത്തെ അറിവാണ് ആത്മവിദ്യ, എന്നെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ അറിവ്. അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരെക്കുറിച്ചുള്ള അറിവ്. എല്ലാവരും, എൻ്റെ കൂടെയുള്ള എല്ലാവരും പറ്റുള്ള കറക്റ്റാണ്. അവരെന്തുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടു, ആ അറിവ് എനിക്കുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ ദേഷ്യപ്പെടില്ല. അവരെന്നോട് എന്തുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തി, ആ അറിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് കുറ്റപ്പെടുത്തില്ല. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവ്, മറ്റുള്ളവരെക്കുറിച്ചുള്ള അറിവ്, എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം, ഉത്തമമായ ബോധം, ഇതെല്ലാം എനിക്ക് വേണം. അടുത്തതാണ് ഈശ്വരനെക്കുറിച്ചുള്ള അറിവ്. ഈശ്വരൻ എൻ്റെ ആരാണ്? എനിക്കും ആ പരമശക്തിക്കും തമ്മിൽ എന്താണ് ബന്ധം? അമ്മയും നീയേ അച്ഛനും നീയേ എന്നൊക്കെ നമ്മൾ പാടുമെങ്കിലുവേ ഞാനത് അനുഭവിക്കണം. എൻ്റെ അമ്മയായിട്ടും എൻ്റെ അച്ഛനുമായിട്ടും അത് അനുഭവിക്കണം. ഇപ്പം ഞാൻ ഈ ജന്മത്തിൽ അനുഭവിച്ചില്ലെങ്കിൽ ഏത് ജന്മത്തെ അനുഭവിക്കാന്? നൗ ഓർ നെവർ എന്ന് പറയും ബ്രഹ്മകുമാരീസ്. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഈ ദിവസം തന്നെയാണ് എൻ്റെ ഏറ്റവും നല്ല ദിവസം. നാളത്തെ ദിവസം ആര് കണ്ടു? ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. ഈ വർത്തമാന സമയം എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വല്ലതും ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണം. നാളത്തേക്ക് മാറ്റി വെച്ചാൽ നാളെ നീളയാവും. അപ്പം അതുകൊണ്ട് ഈശ്വരനെ അറിയണം, ഈശ്വര ശക്തിയുടെ ആ വലിപ്പം അറിയണം. എത്ര വലുതാണ് ഈശ്വരൻ, എത്ര വലിയ വ്യക്തിത്വമാണ്. ലവ് ഫുൾ, പീസ്ഫുൾ, ശാന്തിയുടെ സാഗരം, സ്നേഹത്തിൻ്റെ സാഗരം, ആനന്ദത്തിൻ്റെ സാഗരം, പവിത്രതയുടെ സാഗരം, എല്ലാത്തിൻ്റെയും കടലാണ്. എന്ന് വെച്ചാൽ ഫുള്ളാണ്, ഫുൾ. അങ്ങനെയുള്ള ഫുള്ളായിട്ടുള്ള എല്ലാവിധ ശക്തികളുള്ള ആ സർവശക്തിമാൻ്റെ സന്താനമാണ് ഞാൻ. ശരീരത്തിൻ്റെ അച്ഛനമ്മയാണ് നമ്മുടെ വീട്ടിലുള്ളത്, അല്ലേ? പക്ഷേ ആ അച്ഛനമ്മയ്ക്ക് പോലും നമ്മളിപ്പോൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല ഒരുപാട് പേര്. അതുകൊണ്ടാണല്ലോ വൃദ്ധസദനങ്ങൾ വന്നത്. പക്ഷെ ആത്മാവിൻ്റെ അച്ഛനും അമ്മയാണ് ഈശ്വരൻ. ഈശ്വരനെക്കുറിച്ച് നമുക്ക് വലിയ വിചാരമില്ല. നോളജിനെക്കുറിച്ച് പറയുമ്പോൾ, ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതും കൂടെ ചിന്തിക്കണം. എൻ്റെ മനസ്സിൽ ഈ ചിന്ത വരണം, ഈശ്വരീയ സമ്പത്തിനും ഞാൻ അവകാശിയാണ്, ഞാൻ അധികാരിയാണ്. ഈ ചിന്ത വരണം, ഈ ഒരു തിരിച്ചറിവ് വരണം. ഈശ്വരൻ എൻ്റെ ആരാണ്? എൻ്റെ അച്ഛനാണ്, പരമമായ പിതാവാണ്, സുപ്രീം ഫാദറാണ്. ഓക്കെ,
അപ്പോൾ ഈ സുപ്രീം ഫാദറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സുപ്രീമായ സമ്പത്ത് കിട്ടണ്ടേ? സുപ്രീമായ പരമമായ ശാന്തി, പരമമായ സുഖം, പരമമായ സന്തോഷം, ഇതെല്ലാം എനിക്ക് കിട്ടണം. അത് വേണ്ടേ? ഈശ്വര ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ പറയില്ലേ, അനന്തൻ്റെ 2000 നാക്കുകൊണ്ട് പറഞ്ഞാലും തീരൂല, അല്ലേ? അത്ര ഈശ്വര മഹിമയുണ്ട്. പക്ഷേ അത്രയും വ്യക്തിത്വമുള്ള ആ ഈശ്വരൻ, അത്രയും വലിപ്പമുള്ള, അത്രയും പരിധികളില്ലാത്ത, അൺലിമിറ്റഡാണ്. അങ്ങനെയുള്ള ആ ഈശ്വരൻ എൻ്റെ ആരാണെന്നും കൂടെ അറിയുമ്പോഴല്ലേ എനിക്കും തമ്മിൽ അതിന് ആ ബന്ധം വരുന്നത്. അതാണ് ധ്യാനം, അതാണ് പ്രാർത്ഥന. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഈശ്വരനുമായിട്ട് എന്നെ കണക്ട് ചെയ്യാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഒരു വ്യക്തിയാണല്ലോ, വ്യക്തിയാണ്. നമ്മളിങ്ങനെ ഒരു ബിംബരൂപത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതൊരു വ്യക്തിത്വമാണ്. ഇവർ ഓരോരുത്തരും ഓരോ വ്യക്തിത്വമാണ്. അതെനിക്ക് അനുഭവിക്കാൻ കഴിയണം, എനിക്കതാവാൻ കഴിയണം. അതുകൊണ്ടാണ് ഈശ്വര തുല്യമായൊരു അവസ്ഥയെപ്പറ്റി അല്ലെങ്കിൽ ലയിച്ചു ചേരുന്ന അവസ്ഥയെപ്പറ്റിയൊക്കെ പറയുന്നത്. പക്ഷെ അതെൻ്റെ ഈ ജീവിതത്തെ വേണം അത് അനുഭവിക്കാൻ. ഇത് നമ്മൾ പല ജന്മമൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ജീവിതത്തിൽ തന്നെ ഒരു സെക്കൻഡ് തന്നെ 1000 സെക്കൻഡ് പോലെ ആക്കാം. ഒരു സെക്കൻഡ് 1,00,000 സെക്കൻഡിന് തുല്യമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. സമയത്തിനെ തയ്യാറാക്കേണ്ടത് ഞാനാണ്. സമയത്തിൻ്റെ മൂല്യം എന്താണെന്ന് അതിനെ കണക്കാക്കേണ്ടതും അതിനെ അളക്കേണ്ടതും ഞാനാണ്. ഞാൻ സമയത്തിന് മൂല്യം കൽപ്പിച്ചാൽ സമയം എൻ്റെ പുറകെ വരും. എനിക്ക് എത്ര വേണമെങ്കിൽ സമയം ഉണ്ടാക്കാം. ഞാൻ പറയാണ് സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? എനിക്കൊന്നിനും സമയം കിട്ടില്ല. ഇതെല്ലാം പോസിറ്റീവ് എനർജിയാണ്. ഞാൻ ഒന്നും ഇല്ല എന്ന് പറയാൻ പാടില്ല, സമയമില്ല എന്നും പറയാൻ പാടില്ല. ഒന്നും ഇല്ല എന്ന് പറയാൻ പാടില്ലെന്ന് പണ്ട് നമ്മുടെ അച്ഛനമ്മമാർ പഠിപ്പിക്കുമായിരുന്നു. ഒന്നും ഇല്ല എന്ന് പറയാൻ പാടില്ല എന്ന്, അല്ലേ? പക്ഷേ സമയമില്ല എന്ന് പറയാൻ പാടില്ല. എല്ലാ കാര്യത്തിനും സമയത്തെ സൃഷ്ടിക്കേണ്ടത് ഞാനാണ്. എൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സമയത്തെ സൃഷ്ടിക്കേണ്ടത് ഞാനാണ്. പിന്നെ ഇതിൽ ഈശ്വരനെക്കുറിച്ച് തിരിച്ചറിയുക, ഞാൻ ഈശ്വരൻ്റേതായിട്ട് മാറുക, ഈശ്വര സമാനമായ ഒരു വ്യക്തിത്വം. അതാണ് ഭാരതത്തിലെ സനാതന ധർമ്മത്തിൻ്റെ വ്യക്തിത്വം. ഇവിടെ ഉള്ളവരെല്ലാവരും ദേവീദേവന്മാരായിരുന്നു. 33 കോടി ദേവതകൾ വാണിരുന്ന നാടാണിത്. അന്ന് ഈ ഭാരതം സ്വർഗമായിരുന്നു. അവരെല്ലാം ഈശ്വര തുല്യരാണ്. ഇന്ന് നമ്മളൊക്കെ ആരാണ്? ദേവതകളെ വിളിക്കാൻ സുരൻ. സുരൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അസുരൻ, അല്ലേ? നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം, കാപട്യം, കള്ളത്തരം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പേരെന്താണ് യഥാർത്ഥത്തിൽ? നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ അത് കിടക്കുകയാണ്. ഈ ആസുരീയമായ ഒരു ദുഷ്പ്രവണത കിടക്കുകയാണ്. ഭയങ്കര മോശമായ ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എനർജി എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിനെയാണ് മാലിന്യം എന്ന് വിളിക്കുന്നത്. ഈ മാലിന്യത്തിനെ ഇല്ലാതാക്കാൻ അറിവ് കൊണ്ട് മാത്രമേ സാധിക്കൂ, ധ്യാനം കൊണ്ട് മാത്രമേ സാധിക്കൂ. അറിവിൻ്റെ ഉയർന്ന തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. നമുക്കെല്ലാം അറിയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ആർക്കും ഒന്നും അറിയില്ല എന്ന് വേണം വിചാരിക്കാൻ. കാര്യം എന്താണ്? ഈ അറിഞ്ഞ കാര്യം എന്തിനാണ് അറിഞ്ഞത്? അത് കർമ്മത്തെ കൊണ്ടുവരാനല്ലേ, ആ സനാതന സംസ്കാരം കൊണ്ടുവരാനല്ലേ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ ഒരു അറിവ് എൻ്റെ സ്വഭാവത്തിലില്ല എങ്കിൽ ആ അറിവ് കൊണ്ട് എനിക്ക് ഒരു ഉപയോഗവും ഇല്ല. നമ്മൾ ഗ്രന്ഥങ്ങൾ വെച്ച് പൂജിക്കും, ശരി തന്നെ. കാരണം അതിലിരിക്കുന്ന ജ്ഞാനം അത്ര ഉയർന്നതാണ്. ആ അറിവിലെ ഒരു തത്വമെങ്കിലും എൻ്റെ സ്വഭാവത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മളും പൂജനീയരായേനെ, അല്ലേ? നമ്മളും പൂജനീയരായേനെ. അതുകൊണ്ട് അറിവ് അപാരമാണ്. ആ അറിവിലൊരു അറിവാണ് കർമ്മസിദ്ധാന്തം. അങ്ങനെ 3 തരത്തിലുള്ള അറിവിനെക്കുറിച്ചേ പറയുന്നുള്ളൂ. അറിവ് ഒരുപാടുണ്ട്. ഈ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ വിചാരം മുഴുവൻ കർമ്മം ചെയ്യുക. ഞാൻ ജന്മം എടുത്തത് എന്തിനാണ്? കർമ്മം ചെയ്യാനാണ്. പക്ഷേ ശ്രേഷ്ഠ കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം.
അങ്ങനെയാണ് ആ ദേവീ ദേവന്മാർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സ്ഥാനം ഇന്ന് ഭൂമിയിൽ, അല്ലേ? പക്ഷേ സാധാരണ മനുഷ്യാവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ കർമ്മത്തിന് യാതൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ കണി കണ്ടുണരണം എന്നല്ലേ നമ്മൾ പറയുക. തൊഴുതുകൊണ്ട് എഴുന്നേൽക്കണം, തൊഴുതുകൊണ്ട് ഉറങ്ങണം. അപ്പം എന്താർത്ഥം? ബാക്കി പകലൊക്കെ ഞാൻ കുറേ കാര്യം ചെയ്തു, പക്ഷേ ഉറങ്ങാൻ നേരത്തെ ഈശ്വരനെ ഒന്ന് ധ്യാനിച്ചിട്ട് ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈശ്വരനെ തൊഴുത് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിലത് വേണ്ടേ? വൈകുന്നേരം കുറച്ച് നേരം ഈശ്വരനെ ധ്യാനിച്ചതുകൊണ്ട് മാത്രം കഴിഞ്ഞോ? അപ്പോൾ മുഴുവൻ ദിവസത്തെ ഒരു മുഴുവൻ പകൽ എൻ്റെ കയ്യിലിരിക്കുകയാണ്, മുഴുവൻ പകലും. ഈ മുഴുവൻ പകലും ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും ശ്രേഷ്ഠ കർമ്മമാക്കി മാറ്റണം. ഈ മുഴുവൻ നമ്മളുടെ ഒരു പകലിലെ കർമ്മം മുഴുവനും നമ്മൾ പുണ്യകർമ്മമാക്കി മാറ്റും. ഈ ലക്ഷ്യം വെക്കണം. നവരാത്രിയോടനുബന്ധിച്ച് പുണ്യകർമ്മമാക്കി മാറ്റണം. ഒരുപാട് കർമ്മഫലം തരുന്ന കർമ്മമാക്കി, ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഈ പ്രദേശത്തുള്ളവർക്കും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കണം ഓരോ കർമ്മം ചെയ്യുമ്പോഴും. അതാണ് ഈശ്വര അർപ്പണ ബോധത്തോടു കൂടി കർമ്മം ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം. നമ്മൾ പറയുമല്ലോ ലോക സമസ്ത സുഖിനോ ഭവന്തു, അത് പ്രാർത്ഥനയിൽ മാത്രം പറഞ്ഞാൽ പോരാ. ഓരോ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറയാവൂ. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിൽ നിന്ന് ആ വൈബ്രേഷൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ ബ്രഹ്മകുമാരീസിൽ എല്ലാ ദിവസവും സത്സംഗമുണ്ട്. കഴിഞ്ഞ സൺഡേത്തെ ക്ലാസ്സിലാണ് ഇത് പറയുന്നത്. വൈബ്രേഷൻ എല്ലാ വ്യക്തികളുടെ ഉള്ളിൽ നിന്നും ഈ വൈബ്രേഷൻ പോയിക്കൊണ്ടിരിക്കും. മാനസികമായ ആ ഭാവനകളുടെ, ചിന്തകളുടെ തരംഗങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ആ പ്രകാശം, ആ തരംഗങ്ങൾ അവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. അതാണ് ഓറ എന്ന് പറഞ്ഞത്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ആ ഒരു പ്രഭാവലയമേ ഉണ്ടാക്കിയെടുക്കാവൂ. നിങ്ങളിങ്ങനെ ഇരുന്ന് ആകെ വിഷമിച്ച് നിരാശപ്പെട്ട് കുറേ ചിന്തകൾ, ഇങ്ങനെ ദുഃഖത്തിൻ്റെ, വിഷമത്തിൻ്റെ, ടെൻഷൻ്റെ ചിന്തകൾ ചിന്തിച്ച് കൂട്ടിയാൽ പോയി കഴിഞ്ഞു. പിന്നെ അവിടെ മുഴുവൻ എന്തായിരിക്കും? ശോകമൂകമായൊരു അന്തരീക്ഷമായിരിക്കും സൃഷ്ടിച്ചത്. అంటే നമുക്ക് എല്ലാവർക്കും നമ്മളുടെ അന്തരീക്ഷത്തിനെ നല്ലതാക്കാനുള്ള അവകാശമുണ്ട്, അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിന് ഒന്ന് പോസിറ്റീവ് എനർജി ഉള്ളത്. നമുക്ക് അമ്പലത്തിൽ വരുമ്പോൾ അറിയാലോ, ക്ഷേത്രങ്ങളിൽ എന്തൊരു അന്തരീക്ഷമാണ്, നല്ല അന്തരീക്ഷമാണ്, വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള അന്തരീക്ഷമാണ്, ശ്രേഷ്ഠമായ അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിൽ നമ്മൾ വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ അന്തരീക്ഷത്തിൻ്റെ ആ ഒരു സുഖത്തിൻ്റെ, ശാന്തിയുടെ അനുഭവം കിട്ടുന്നതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളാകുന്ന ഇത്രയും മാനസിക ശക്തികളും അറിവും ഉള്ള ഒരാൾ നിങ്ങളുടെ കുടുംബത്തിനെ സ്വർഗമാക്കണം. ആ കുടുംബത്തിലിരുന്ന് അവിടുത്തെ പ്രഭ, അവിടെ ഒരു ഈശ്വരീയ പ്രഭ വിതറാൻ നിങ്ങൾക്ക് കഴിയണം. അത് നമ്മളെല്ലാവർക്കും കഴിയുന്ന ഒന്നാണ്, കഴിയാത്തതല്ല. നമ്മളാണ് നമ്മളുടെ സൃഷ്ടികർത്താവ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന കർമ്മം എന്താണ്? അത് രാവിലെ വേണം എഴുന്നേൽക്കാൻ, സമയമുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിലാണ് എഴുന്നേൽക്കേണ്ടത്. അതുപോലെ സന്ധ്യാസമയത്ത് എല്ലാ ദിവസവും കുറച്ച് നേരം, പണ്ടേ ഉള്ളതല്ലേ ഈ നാമജപമൊക്കെ, സന്ധ്യാനേരം ആരെങ്കിലും കളയോ? അല്ലെങ്കിൽ അമ്പലത്തിൽ വരും. എന്തൊരു ഈശ്വരീയമായ ഭക്തിയുടെ അന്തരീക്ഷമായിരിക്കും. വീട്ടിലാണെങ്കിൽ പോലും മുറ്റത്ത് വിളക്കൊക്കെ കൊളുത്തി വെച്ച്, ഉമ്മർത്ത് വിളക്കൊക്കെ കൊളുത്തി വെച്ച് എന്തൊരു ഭക്തി ആടെ അന്തരീക്ഷമാണ്. അതെല്ലാം ഒരുപക്ഷെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരണം. കാരണം വീട്ടിൽ മുതിർന്നവർ, സാധാരണ ഇങ്ങനെ പറയും, ഒരു വീട്ടിലെ മുതിർന്ന കാരണവർ, അത് അമ്മയോ അച്ഛനോ, അവരുടെ വ്യക്തിത്വം എന്താണോ അത് ആ വീട്ടിലുള്ള സകല പേരെയും ബാധിക്കും. ഇപ്പം അമ്മയാണ് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്കിൽ അമ്മയ്ക്ക് ആ ദൈവീകമായൊരു വ്യക്തിത്വം വേണം, അറിവിൻ്റെ വ്യക്തിത്വം വേണം. സ്ത്രീകളാണ് വീട്ടുകാര്യങ്ങൾ നോക്കി സമയമില്ലയെന്ന് പറഞ്ഞ് അറിവില്ലാതിരുന്ന, ക്ഷമയില്ലാതിരുന്ന, സഹിക്കാൻ പറ്റാതിരുന്ന, ഉത്തരവാദിത്വ ബോധം ഇല്ലെങ്കിൽ ശരിയാവില്ല. എല്ലാം വേണം എല്ലാവർക്കും. അപ്പോൾ ഒരു വീട്ടിലെ ആ മുതിർന്ന ആളിൻ്റെ വ്യക്തിത്വം ബാക്കി എല്ലാവരും ഫോളോ ചെയ്യും. ആ വീട്ടിലെ മുതിർന്ന ആളിൻ്റെ സംസ്കാരം, പെരുമാറ്റം, അവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതെല്ലാവരും നമ്മളെ വരുന്ന തലമുറ അത് പാലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് മുതിർന്നവരാണ് മാറേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാണ് മാറേണ്ടത്. കാരണം ചിന്തിക്കാനും തിരിച്ചറിയാനും നമ്മളെ തന്നെ പരിവർത്തനപ്പെടുത്താനും തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാനും എല്ലാം ഉള്ള കഴിവ് മുതിർന്നവർക്കുണ്ട്, അനുഭവജ്ഞാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് മാറാം.
സനാതനധർമ്മം വീണ്ടും എൻ്റെ ഉള്ളിൽ എനിക്ക് സ്ഥാപിക്കാം. ആ ധർമ്മത്തിന് വേണ്ടിയുള്ള ജ്ഞാനമാണ് ഈ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ധർമ്മം സ്ഥാപിക്കേണ്ടത് ഞാൻ എൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഓരോരുത്തരും ധർമ്മാത്മാക്കളായിട്ട് മാറണം. ഇനി ധർമ്മസ്ഥാപകൻ എവിടെ? നമ്മൾ തന്നെയാണ് ഈ ധർമ്മത്തെ പുനരുദ്ധരിച്ച് കൊണ്ടുവരേണ്ടത്, പുനഃസ്ഥാപിക്കേണ്ടത് നമ്മളാണ്. തീർച്ചയായിട്ടും ഈശ്വരൻ തന്നെയാണ് അത് ചെയ്യുന്നത്. സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് സനാതന ധർമ്മത്തിൻ്റെ സ്ഥാപകൻ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇപ്പം ദുർഗാദേവിക്ക് 8 കൈകളുണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ കൈകളായിട്ട് മാറണം. ഈശ്വരൻ്റെ കൈ, കാരണം ഈശ്വരന് പിന്നെ എത്ര കൈകൾ വേണമെങ്കിലും, ഈശ്വരന് വേണമെങ്കിൽ ഒരു നൊടിയിടയിൽ നമുക്ക് ഈ ലോകത്തെ മാറ്റിത്തരാനൊക്കെ പറ്റും. സർവശക്തിമാനാണ്. പക്ഷെ എൻ്റെ കർമ്മം എവിടെ? എൻ്റെ ഭാഗ്യം എവിടെ? എൻ്റെ വിധി എവിടെ? ഞാൻ വേണം ഇതൊക്കെ തയ്യാറാക്കാൻ. നമ്മൾ ഓരോരുത്തരും ഈ സൃഷ്ടിയിൽ വന്നപ്പോൾ ഏറ്റവും നല്ലവരായിട്ട് തന്നെയാണ് വന്നത്, ഏറ്റവും നല്ല ഊർജ്ജമുള്ളവരായിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ പതുക്കെ 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 നമ്മളിൽ ഭയങ്കര മാറ്റം വന്നു. താഴോട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് വീണ്ടും നമുക്ക് മേലോട്ട് നമ്മളെ ഉയർത്തണം. അങ്ങനെ ഉയർത്താം എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. കാരണം ഈ സമയത്തൊരു പ്രത്യേകമായ ആ ഒരു ശക്തി ഈശ്വരൻ നമുക്ക് തരുന്നുണ്ട്. 3 ശക്തിശാലി ദേവിമാരുടെ ഉത്സവമാണ്. അത്രയും ശക്തിശാലി ദേവിമാരുടെ ഉത്സവകാലത്ത് തീർച്ചയായിട്ടും ആ പവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം മാറിയാൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ഉള്ളിൽ പതുക്കെ ഒരു തുടക്കം കുറിക്കണം. മാറ്റത്തിൻ്റെ ഒരു ഉദ്ഘാടനം അങ്ങ് നമ്മുടെ മനസ്സിൽ നടത്തണം. അത് നമ്മുടെ കുടുംബത്തിലും കൊണ്ടുവരണം. ഈ മാറ്റങ്ങൾ ആത്മീയ സാധന ചെയ്യുന്നവരാകണം. അല്ലാതെ സാധനങ്ങളുടെ പുറകെ പരക്കം പായരുത്. സാധനങ്ങളുടെ പിന്നാലെ അടിമകളാവരുത്. അതിന് പകരം സാധനങ്ങളെ ഉപയോഗിക്കൂ, സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ. പക്ഷേ സാധന ചെയ്യണം. വളരെയധികം സാധന ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ആ ഈശ്വര ചിന്ത വരണം. ലോകത്തിനെല്ലാം നല്ലത് വരണം എന്നുള്ള ചിന്ത കൊണ്ടുവരണം. ആദ്യം നമുക്ക് ചിന്തകളിലോ കൊണ്ടുവരാം, പിന്നെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റത്തിലൂടെ കൊണ്ടുവരാം. ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ധ്യാനം ചെയ്യാം. എല്ലാവരും പ്രഭാഷണങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ ബ്രഹ്മകുമാരീസിൻ്റെ ആശയങ്ങളെക്കുറിച്ചും പറയണമല്ലോ. അതിനിവിടെ നമുക്കൊരു സൗകര്യം ഉണ്ടാക്കി തന്ന എല്ലാ സംഘാടകർക്കും എല്ലാം വളരെ വളരെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം. എല്ലാവരും നേരെ ഇരിക്കണം. എല്ലാവരും 10 മിനിറ്റാണ് ധ്യാനത്തിൻ്റെ സമയം. ഈ 10 മിനിറ്റ് എല്ലാവരും മനസ്സിനെ ശാന്തമാക്കണം, ഏകാഗ്രമാക്കണം. കുറച്ച് നേരം നമുക്ക് ഈശ്വര അനുഭൂതിയിലേക്ക് അങ്ങ് പോവാം, ആത്മാനുഭൂതിയിലേക്കും പോവാം. 10 മിനിറ്റ് കൊണ്ടൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഇത്. പക്ഷേ ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അത് സാധ്യമാകും. ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷൻ കണ്ണ് തുറന്നിട്ടുള്ള മെഡിറ്റേഷനാണ്. ഈശ്വരൻ മുന്നിലുണ്ടെങ്കിൽ എൻ്റെ മുന്നേ വന്ന് നിന്നാൽ ഞാൻ കാണാതെ പോയാലോ, അല്ലേ? അതുകൊണ്ട് ദേവി ഇന്ന് എൻ്റെ മുന്നേ വന്നാൽ, 3 ദേവിമാർ ഒന്നിച്ച് വന്നാൽ ഉൾക്കണ്ണുകൊണ്ടേ അത് കാണാൻ പറ്റൂ, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ കാണാതെ പോയാലോ? അതുകൊണ്ട് എൻ്റെ ഉൾക്കണ്ണും തുറക്കണം, എൻ്റെ ജ്ഞാനക്കണ്ണും തുറക്കണം, എൻ്റെ ഈ കണ്ണും തുറന്നിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, കണ്ണ് തുറന്നോ കണ്ണടച്ചോ ഇരിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ, ഭാവനയിൽ കൊണ്ടുവരിക, അനുഭവത്തിൽ കൊണ്ടുവരിക. ഞാൻ എൻ്റെ മനസ്സിലെ ചിന്തകളെ ഏകാഗ്രമാക്കുകയാണ്. ശാന്തമാക്കുകയാണ്. എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നു. പുറത്തുള്ള ഒരു കാര്യവും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് ഞാൻ ആരാണ്,
ഞാൻ എത്ര ശക്തിശാലിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. ഞാൻ അതിസൂക്ഷ്മമായ ഒരു അത്ഭുതകരമായ ദിവ്യപ്രകാശമാണ്, ആത്മചൈതന്യമാണ്. രണ്ട് പുരികങ്ങൾക്ക് നടുവിൽ, തിരുനെറ്റിയിൽ, മസ്തകമധ്യത്തിൽ ഞാനെന്ന ആത്മചൈതന്യം വസിക്കുന്നു. ഈ ശരീരത്തിനുള്ളിൽ, ഈ ശരീരമാകുന്ന രഥത്തിനുള്ളിൽ, ഈ ശരീരമാകുന്ന വീടിനുള്ളിൽ വളരെ കാലമായി കഴിയുന്ന ആത്മചൈതന്യത്തെ, സൂക്ഷ്മമായ ദിവ്യ ഊർജത്തെ ഞാൻ എൻ്റെ ജ്ഞാനക്കണ്ണുകൊണ്ട് കാണുന്നു, അനുഭവിക്കുന്നു. ഈ ശരീരമല്ല ഞാൻ. ഈ ശരീരം നശിക്കുന്നതാണ്. എന്നാൽ ഞാൻ ഈ പ്രകാശം ഒരിക്കലും നശിക്കില്ല. എനിക്ക് മരണമില്ല. ഒരിക്കലും ജരാനര ബാധിക്കാത്ത, മരണമില്ലാത്ത അനശ്വരമായ ഒരു ശക്തിയാണ് ഞാൻ. പ്രകാശമാണ് ഞാൻ. ആത്മീയ പ്രകാശകിരണങ്ങൾ ശാന്തിയുടെ, സുഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റിലും സൃഷ്ടിക്കപ്പെടുന്നു. വളരെ വളരെ ആഴത്തിൽ, സൂക്ഷ്മതലത്തിൽ എൻ്റെ ഉപബോധ മനസ്സിൽ ഞാൻ വളരെയധികം ശാന്തി അനുഭവിക്കുന്നു. ഇവിടെ ശാന്തി മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് എൻ്റെ മനസ്സിനെ ആകാശത്തിനു മുകളിലായ ആകാശത്തിലേക്ക്, ആത്മലോകത്തിലേക്ക്, പ്രകാശലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ മുകളിലേക്ക് സഞ്ചരിക്കുകയാണ്, ബ്രഹ്മലോകത്തിൽ. എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ, എൻ്റെ ആകർഷണം മുഴുവനും പരമാത്മശക്തിയിലേക്കാണ്. ആ ഈശ്വരശക്തിയോളം ഉയർന്നത് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല എന്ന സത്യം ഞാൻ അറിഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സ് ഒരു റോക്കറ്റ് പായുന്നത് പോലെ പരമാത്മശക്തിയിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ
ഈശ്വരശക്തിയുടെ അടുത്തെത്തി. ഇപ്പോൾ ഞാൻ ആ പ്രകാശസ്വരൂപൻ്റെ ശക്തികളുടെ പ്രകാശവലയത്തിനകത്താണ്. ഈശ്വരൻ്റെ സംസ്കാരമാണ് എൻ്റെ സംസ്കാരം. ഈശ്വരശക്തിയുടെ ഗുണങ്ങളാണ് എൻ്റെ ഗുണങ്ങൾ. ആ വ്യക്തിത്വമാണ് എൻ്റെ വ്യക്തിത്വം. ഒരു പരമമായ ശാന്തി, ഞാൻ വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിൽ നിന്നും വീണ്ടും പ്രകാശകിരണങ്ങൾ, പരമമായ ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ഭൂമി മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ള, ഈ സൃഷ്ടിയിലുള്ള എൻ്റെ എല്ലാ മനുഷ്യ സഹോദരങ്ങളിലേക്ക് ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ ആത്മീയ പ്രകാശകിരണങ്ങൾ എൻ്റെ കുടുംബത്തിലേക്കും വ്യാപിക്കുന്നു, എൻ്റെ കുടുംബാംഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. അവസാനം അത് എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുന്നു. ഓം ശാന്തി.